योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. തപസ് ചെയ്യാനായിട്ട്, സാധന ചെയ്യാനായിട്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടുവരാനും ചിത്തശുദ്ധിക്കുമായി അനേക സാധനങ്ങളുണ്ട്. പ്രാണായാമം, ജപം, ഉപാസന, ഇതുകൊണ്ടൊക്കെ ചിത്തം നിശിതമാവുന്നു. ഉപനിഷത്ത് തന്നെ ഉപാസാനിശിതം, ഉപാസന കൊണ്ട് ശുദ്ധമായത് എന്ന് വാക്ക് പറയും. ഉപാസന കൊണ്ട് ചിത്തം ശുദ്ധമാവുമ്പോ ശുദ്ധമായ ചിത്തത്തിന് ആത്മവിചാരം ചെയ്യാനുള്ള ശക്തി സിദ്ധിക്കും. ആത്മവിചാരം ചെയ്യാനുള്ള ശക്തി. യോഗവാസിഷ്ഠത്തില് അവിടെയും പ്രഹ്ലാദന്റെ കഥ വരും. അവിടെ പ്രഹ്ലാദന്റെ മുമ്പിൽ ഭഗവാൻ ആവിർഭവിച്ചിട്ട് പ്രഹ്ലാദനോട് ചോദിക്കുന്നു, എന്തു വരമാ വേണ്ടത്? പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്കറിയില്ല ഭഗവാനെ, എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. എങ്ങനെ അനുഗ്രഹിക്കണം എന്നുള്ളത് അങ്ങയുടെ ഇച്ഛയാണ്. അപ്പൊ ഭഗവാൻ പറയണത്, ബ്രഹ്മവിശ്രാന്തി പര്യന്തോ വിചാരോസ്തു തമാനഘ. പൂർണ്ണമായി ചിത്തം ബ്രഹ്മവിശ്രാന്തി നേടുന്നവരെ തുടർന്ന് ഞാൻ ആര് എന്നുള്ള വിചാരം ചെയ്യാനുള്ള ശക്തി തനിക്ക് ഞാൻ അനുഗ്രഹിക്കുന്നു. തുടർന്ന് ഉള്ള അഹം വിചാരശക്തി. അപ്പോ അങ്ങനെ വിചാരം ഒടുങ്ങിയ സ്ഥിതി, വിചാരവും ഇല്ലാതെ ഭഗവാൻ തന്നെ പറയും, ചൊടലക്കൊള്ളി ചൊടലയെ കത്തിച്ച് സ്വയം കത്തിയില്ലാതാവും. അതുപോലെ ഞാൻ ആര് എന്നുള്ള വിചാരം മറ്റു വിചാരങ്ങളെയൊക്കെ ഇല്ലാതാക്കി അത് സ്വയം കെട്ടടങ്ങുമ്പോ ജ്ഞാനമുദിക്കും. എല്ലാ വിചാരത്തിനും മൂലമായ വിചാരം അഹങ്കാരമാണ്. വൃത്തയസ്തു അഹം വൃത്തിമാശ്രിതാഹ. വൃത്തയോ മനഃ. അഹം വൃത്തി തന്നെയാണ് മനസ്സ്. വിദ്ധി അഹം മനഃ. അങ്ങനെ നോക്കുമ്പോൾ അഹങ്കാരമേ മനസ്സ്. ആ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം, അഹങ്കാരം എവിടെ നിന്നും ഉദിക്കണു, ഇതാണ് സത്യാത്മവിചാരം. ഭഗവാൻ ഇനി സദർശനത്തിൽ അത് പിന്നീട് പറയാൻ പോകുന്നു. ഇത് മാത്രമാണ് വിചാരം എന്ന് ഭഗവാൻ ശഠിക്കാൻ പോകണം അവസാനമാകുമ്പോൾ. അവിടെയാണ് നമുക്ക് മനസ്സിലാവുക, ഇടക്കാലത്ത് എവിടെയോ വേദാന്ത പ്രചാരത്തിൽ വഴിതെറ്റിപ്പോയിരിക്കണു എന്ന് കാണാം നമുക്ക്. ബാക്കി എന്താ പറയാ, ബുദ്ധിയുടെ തലത്തിൽ മാത്രമുള്ള വിചാരമാണ് ബാക്കിയൊക്കെ. ഘടം പടം എന്നൊക്കെ പറഞ്ഞു വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസാ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീഹി. താനല്ലാത്ത വസ്തുക്കളെ കുറിച്ചൊക്കെ ഉള്ള വിചാരമാണ്. ഈ ലോകം എവിടുന്നുണ്ടായി, മണ്ണിൽ നിന്ന് കുടമുണ്ടായി, കുടത്തിൽ നിന്ന് മണ്ണുണ്ടായി, ഇതൊക്കെ ഏകദേശ യുക്തി വിചാരം അത്രയേ ഉള്ളൂ. ആത്മവിചാരമാവില്ല. ഇതൊന്നും ആത്മവിചാരമാവില്ല. ആത്മവിചാരം എന്ന് വെച്ചാൽ ഞാൻ ഉദിക്കുന്ന സ്ഥാനം എവിടെ എന്നുള്ള ആരായൽ തന്നെയാണ് ആത്മവിചാരം. ഇതാണ് ആരാഞ്ഞു നോക്കുക. നാരായണ ഗുരുവും എവിടെയോ ഈ ഒരു വേവ് പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകത്തിലും ഈ ആത്മവിചാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലത് ഏകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അഹമഹമെന്ന് അരുളുവതൊക്കെ, ഞാൻ 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 എന്ന് പറയുന്നതൊക്കെ ഒന്ന് ആരാഞ്ഞു നോക്കുമ്പോ അകമേ പലതല്ല, പലതില്ല, അവിടെ ദ്വൈതമില്ല, ഏകമാകും. ഏകവും അദ്വൈതവുമായ സ്വരൂപം പ്രകാശിക്കുന്നു.
അകലുമഹന്ത, അഹങ്കാരം പോയിട്ട് ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ആത്മവസ്തു പ്രകാശിക്കുന്നു. ഈ സത്യമൊക്കെ പറഞ്ഞാലും മഹാത്മാക്കൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ ജനങ്ങൾ അതിൽ കയറി പിടിക്കും. നാരദ മഹർഷി വ്യാസനോട് ഭാഗവതത്തിൽ പറയാണ്. വ്യാസർ ചോദിച്ചു, ഞാൻ മഹാഭാരതം എഴുതിയിട്ട് എന്താ ആളുകൾ ഇനിയും അതൊന്നും തത്വം മനസ്സിലാക്കാത്തത്? ഭാരതത്തിൽ ഗീതയുണ്ട്, സനത്സുജാതയുണ്ട്, എന്നിട്ടും ആളുകൾ യോ മഹാഭാരതം വാങ്ങി വീട്ടിൽ വെക്കാൻ പാടില്ല, ആ ശണ്ട വരും. എന്തായിപ്പോ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി? നാരദർ പറയണത്, വ്യാസരെ, സ്വധർമ്മേ നിധനം ശ്രേയ, സ്വധർമ്മത്തിൽ മരണമേ വരം എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. സ്വധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടോ, നമ്മൾ എന്ത് അനുഭവിച്ചിട്ടുണ്ടോ അതിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ പറയണം. മനസ്സിലാക്കണവൻ മനസ്സിലാക്കട്ടെ, ഇല്ലാത്തവൻ പോട്ടെ. പക്ഷെ അവർക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കലത്തി പറഞ്ഞാൽ ആ കൂട്ടിക്കലത്തിയതിൽ പോയി പിടിക്കും. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കില്ല. ഇതിന് രമണ മഹർഷി ഒരു കഥ പറയും. കുട്ടിക്ക് പാല് കുടിച്ച് ദഹനക്കേട് പിടിച്ചു എന്ന് പറഞ്ഞത്രേ. പരമദരിദ്രനായ ഒരു അന്ധൻ, അയാള് പാലേ കണ്ടിട്ടില്ല പാവം. അപ്പൊ അയാൾ ചോദിച്ചു, പാല് എന്ന് വെച്ചാൽ എങ്ങനെയുണ്ടാവും ചോദിച്ചു അത്രേ. വെളുത്തിട്ടുണ്ടാവും. വെളുപ്പ് എങ്ങനെയുണ്ടാവും? ഇയാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? കൊക്കിനെ പോലെ ഉണ്ടാവും. കൊക്ക് എങ്ങനെയുണ്ടാവും? കൊറ്റി എങ്ങനെയുണ്ടാവും? എങ്ങനെ പറഞ്ഞു കൊടുക്കും? കൈ കാണിച്ചു കൊടുത്തിട്ട് ഇതാ വളച്ചു പിടിച്ചിട്ട് തൊട്ടു നോക്കാൻ പറഞ്ഞത്. ഇതുപോലെ, അയ്യോ ഇത്ര വലിയ സാധനത്തിനെ കുട്ടി വിഴുങ്ങിയോ, എന്നിട്ട് ജീവനോടെ ഇരിക്കണുണ്ടോ എന്നാണ്. പാലിനെ കുറിച്ച് പറയാൻ പുറപ്പെട്ടതാണോ? എവിടെ വന്ന് എത്തി നോക്കൂ. ഒരിക്കലും സത്യത്തിനെ സിംപ്ലിഫൈ ചെയ്യാനേ പറ്റില്ല. സത്യം സിമ്പിളാണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവനെ പോയിട്ട് വാടാന്ന് പറഞ്ഞേക്കണം. എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചുരുക്കി സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. പോയിട്ട് വാന്ന് പറയണം. നമ്മളുടെ കണ്ണില്ലെങ്കിൽ അയാൾക്ക് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? പാലിന്റെ വർണ്ണം കണ്ണുകൊണ്ട് തന്നെ കാണണം, അല്ലെങ്കിൽ കുടിച്ചു നോക്കണം. കുടിച്ചു നോക്കിയാലും കാണണമെങ്കിൽ, അതെങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഇയാൾക്ക് കണ്ണു തുറക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ട്രീറ്റ്മെന്റ് അവിടെ ചെയ്യണം അല്ലെ, അല്ലാതെ അവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ സത്യത്തിനെ ഒരിക്കലും ഒരു വിധത്തിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് അത്ര കണ്ട് സിമ്പിളാണ്. ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. സൂര്യൻ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? സൂര്യനെ കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതാണ്. എന്നിട്ട് എനിക്ക് കാണാൻ വയ്യെങ്കിൽ അതൊന്നും വൃത്തിയില്ല. അപ്പോ ജ്ഞാനികൾക്ക് ഉപാധിയിൽ എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിൽ, ദോഷം എന്ന് വെച്ചാൽ ഈ സത്യമല്ലാതെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ അവര് പുറത്തേക്ക് വിട്ട സത്യത്തിന്റെ സന്ദേശം വരികയില്ല, മറഞ്ഞുപോകും. അതിന് ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ വന്നൊരു മഹാത്മാവ് നാരായണ ഗുരുസ്വാമി. അദ്ദേഹം ഉജ്ജ്വലമായ വേദാന്ത തത്വം പറഞ്ഞു. ആരെങ്കിലും കേട്ടുവോ, ആർക്കെങ്കിലും അറിയോ, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ബാക്കി ഇപ്പൊ അദ്ദേഹം ഒരു സോഷ്യൽ റീഫോർമറാണ്. എന്നാ സോഷ്യൽ റീഫോമിങ് അദ്ദേഹം പറഞ്ഞത് വല്ലതോ ആരെങ്കിലും കേൾക്കണുണ്ടോ? ഒന്നുമില്ല. നേരെ വിപരീതമാണ് ചെയ്യണത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതിമ മാത്രം ഉണ്ടാക്കി വെക്കും. ഇതാണ് ഒരിക്കലും ചുവട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയണത്. ചുവട്ടിൽ ഇറങ്ങിയ ഒരു മഹാപുരുഷന് പറ്റിയ അബദ്ധമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. മഹർഷി എന്ത് തത്വം പറഞ്ഞു അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നൊരു ശ്ലോകം പറഞ്ഞു തമിഴില്. അരുണാചലത്തിനെ കണ്ടപ്പോ അരുണാചലം എടുത്ത് വിഴുങ്ങി എന്ന് പറഞ്ഞു. അന്നൊന്നും എനിക്ക് ഈ പാട്ട് ഓർമ്മ ഒന്നുമില്ല. നാരായണ ഗുരു അരുണാചലത്തിനെ കണ്ടപ്പോ എഴുതിയൊരു പാട്ടുണ്ട്. അതിലും അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. എന്ത് മനോഹരം, എന്തു ഗംഭീരം. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. അഗ്നിശൈലം എന്ന് വെച്ചാൽ അരുണാചലം.
എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമഃശിവായ നായകാ നമോ നമഃ. എടുത്തു നീ വിഴുങ്ങി എന്നാണ്. ഇപ്പൊ ഈ അഹങ്കാരനാശം, കർത്തൃത്വനാശം, ആ രണ്ട് കൃതികൾ അദ്ദേഹത്തിന്റെ. അദ്വൈത വേദാന്തത്തിൽ മലയാള ഭാഷയിൽ വേറെ ആരും എഴുതിയിട്ടില്ല. അത്യാവശ്യമുള്ളത് ഹരിനാമകീർത്തനമാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ പിന്നെ ഭാഗവതം പോലെ കിളിപ്പാട്ടിൽ രണ്ടും കൂടെ കലർത്തി വെച്ചിട്ടുണ്ട്. വേദാന്തവും ഭക്തിയും കൂടെ കലർത്തി വെച്ചിട്ടുണ്ട്. അതിൽ ശുദ്ധമായി നമുക്ക് വേദാന്തം എടുക്കാൻ വശമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ രണ്ട് കൃതികൾ, ആത്മോപദേശ ശതകവും അദ്വൈത ദീപികയും, ആചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ പോലെയാണ്. അദ്ഭുതമായ ക്ലാരിറ്റി, ശുദ്ധമായി സത്യം പ്രകാശിപ്പിച്ചു. പക്ഷേ പുറത്തു വരാതെ പോവാൻ കാരണം അദ്ദേഹം വേറെ പലതും പറഞ്ഞുപോയി. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആളുകൾ അതിൽ കയറി പിടിക്കും. നാരദൻ വ്യാസനോട് പറഞ്ഞു, തതോ അന്യഥാ കിഞ്ചന യദ്വിവക്ഷതഃ. വ്യാസരെ, ആ സത്യമല്ലാതെ വേറെ എന്തെങ്കിലും പറയണം എന്ന് അങ്ങ് ഉദ്ദേശിച്ചാൽ പോലും ആളുകൾ അതിൽ കയറി പിടിക്കും എന്നാണ്. പൃഥക് ദൃശഃ തത്കൃതരൂപനാമഭിഃ ന കുത്രചിത് ക്വാപിച്ച ദുസ്ഥിതാമതിഃ ലഭേത വാതാഹതനൗരിവാസ്പദം. അപ്പോ സത്യം വളരെ എളുപ്പമാണ്. ആത്മവിചാരം, അതായത് സദ്വസ്തുനി പ്രാപ്ത തദാത്മഭാവാനിഷ്ഠ. തദ്വസ്തു, അതായത് ഞാൻ ആരെന്ന് അന്വേഷിച്ച് ഞാൻ ഉദിക്കാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ അറിവായി അമർന്നിടയണം. ആ അറിവ്, ജ്ഞപ്തി, അവബോധം, ആ അവബോധമായിട്ടിരിക്കലാണ് സദ്ദർശനം. അല്ലാതെ അവബോധത്തിനെ വിട്ടുനിന്ന് അറിയലല്ല. സ്വയമേവ അതായി അമർന്നിരിക്കുക, സ്വരൂപത്തിൽ ഇരിക്കുക, തന്മയനിഷ്ഠ. അതാണ് സദ്ദർശനം എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോ ദ്വന്ദ്വങ്ങളും ത്രിപുടികളും, ഇരട്ടയും മുപ്പുടിയും, തമിഴിൽ ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്കതാണ്, ഇരട്ടൈകളും മുപ്പുടികളും. ഇരട്ട എന്ന് വെച്ചാൽ രണ്ട്, മുപ്പുടി എന്ന് വെച്ചാൽ മൂന്ന്. രണ്ടും മൂന്നും അറ്റുപോകും. ഇതൊക്കെ തന്നെ അഹങ്കാരത്തിനെ ആശ്രയിച്ചാണ് ദ്വന്ദ്വങ്ങളും ത്രിപുടികളും ഒക്കെ നിൽക്കുന്നത്. ആ അഹങ്കാരം എവിടുന്ന് പൊന്തുണു, അതിന്റെ സ്വരൂപം എന്താണെന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഈ ദ്വന്ദ്വങ്ങളും ത്രിപുടികളും ഒക്കെ ഇല്ലാതായിട്ട് തീർന്ന് ചലിക്കാത്ത സ്ഥിതി ഹൃദയത്തിൽ പ്രകാശിക്കും. സത്തിനെ കണ്ടാൽ ചലനം ഉണ്ടാവില്ല. പിന്നെ ന പശ്യതാം സത് ചലനം കദാപി. രാമകൃഷ്ണദേവൻ പറയും, കളിയിൽ മുത്തശ്ശിയെ തൊട്ടാ പുറത്തു പോകും എന്നാണ്. അങ്ങനെ ഒരു കളിയുണ്ട് അത്രേ. കളിക്കുമ്പോ കണ്ണ് കെട്ടിയിട്ട്, മുത്തശ്ശി നടുവിലിരിക്കണു, കുട്ടികളൊക്കെ കൂടെ കളിക്കണം. കണ്ണ് കെട്ടിയിട്ട് കുട്ടികളെ പിടിക്കാനുള്ള കളിയാണ്, തൊടാനുള്ള കളി. അതിൽ മുത്തശ്ശിയെ തൊട്ടാൽ കളിക്ക് പുറത്തു പോകും. മുത്തശ്ശി നടുവിലാണ് ഇരിക്കുന്നത്. അതേപോലെ ഈ സത്തിനെ തൊട്ടാൽ കഴിഞ്ഞു, കളി അവസാനിച്ചു. ന ചലനം, അതിനുശേഷം പിന്നെ ചലനമില്ല. ന പശ്യതാം സത് ചലനം കദാപി. ആ സത്ത് തന്നെ ഉള്ളിൽ നിന്ന് വലിക്കും. സത്ത് ഹൃദയത്തിൽ നിന്നും മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കും. ആ സത്ത് തന്നെയാണ് ഭഗവാന്റെ അരുണാചലം. അരുണാചലത്തിനെ പുറത്തു മഹർഷി ആ പർവ്വതത്തിനെ കേട്ടിട്ടാണല്ലോ സാക്ഷാത് ശിവസ്വരൂപമാണ് എന്ന് അറിഞ്ഞിട്ടാണ് മധുരയിൽ നിന്ന് ഓടി തിരുവണ്ണാമലയ്ക്ക് വന്നത്. എന്നിട്ടൊരു പാട്ടിൽ പറയുന്നുണ്ട്, ഞാനൊരു അദ്ഭുതത്തിനെ കണ്ടു എന്നാണ്. പാർത്തനൻ പുതുമൈ ഉയിർ വലി കാന്ത പർവ്വതം ഒരു തരം ഇതനൈ ഓർത്തിടും ഉയിരിൻ ചേഷ്ടயை ഒടുക്കി ഒരു തനത് അഭിമുഖമാക ഈർത്ത് അതെ തൻപോൽ അചലമാ ചെയ്യും. ഞാനൊരു അദ്ഭുത പർവ്വതത്തിനെ കണ്ടു. ആ പർവ്വതം പാർത്തനൻ പുതുമൈ, ഒരു പുതിയ വസ്തു. എന്താണ്? ഉയിർ വലി കാന്ത പർവ്വതം എന്നാണ്. ജീവനെ തന്റെ അടുത്തേക്ക് വലിക്കുന്ന ഒരു കാന്തപർവ്വതത്തിനെ കണ്ടു. ഓർത്തിടും ഉയിരിൻ, എവിടെയെങ്കിലും നിന്നൊരു ജീവൻ ഇതിനെ സ്മരിച്ചാൽ ചേഷ്ടയെ ഒടുക്കി, ആ മനസ്സിന്റെ ചേഷ്ടകള്, ചലനങ്ങളൊക്കെ അവസാനിപ്പിച്ച് തന്മുഖമാകെ ഈർത്ത് തന്റെ അടുത്തേക്ക് ആകർഷിച്ച് തൻപോൽ അചലമാ ചെയ്യും, തന്നെ പോലെ ചലിക്കാതെ നിർത്തും.
അത് പുറത്ത് അരുണാചലം എന്നെടുക്കാം. അത് തന്നെ അകത്ത് ആത്മാ എന്നെടുത്താലോ പർവ്വതം പോലെ ചലിക്കാതെ നിൽക്കുന്നു സ്വരൂപം. അതിനെ ഓർത്താൽ, ഓർക്കുക എന്ന് വെച്ചാൽ എന്താണ്? അതിനെ ഓർക്കൽ എന്ന് വെച്ചാൽ അഹം 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 എന്നുള്ള സ്ഫൂർത്തിയെ ശ്രദ്ധിച്ചാൽ തന്മുഖമാകെ ഈർത്ത് പുറത്തലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഉള്ളിൽ നിന്ന് വലിക്കും, ഉള്ളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. തന്മുഖമാകെ ഈർത്ത് തൻപോൽ അചലമാ ചെയ്യും. ആ ഉള്ളിലുള്ള അചലമായ തത്വം പോലെ തന്നെ മനസ്സും അചലമാവും. ഇപ്പൊ സ്വരൂപം അചലവും മനസ്സ് ചഞ്ചലവുമാണ്. ചഞ്ചലമായ മനസ്സ് സ്വരൂപത്തോട് ചേർന്ന് 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 വരുമ്പോ മനസ്സും അചലമാവും. മനസ്സിനെ തന്റെ അടുത്തേക്ക് ആകർഷിച്ച് അചലമാക്കും. തൻപോൽ അചലമാ ചെയ്യും. അപ്പോ ന പശ്യതാം സത്ത്, ഉള്ളിലുള്ള സത്തിനെ കണ്ടാൽ ചലനം ന കഥാപി, ചലനമില്ല. ചലനമൊക്കെ അസ്തമിച്ചു, വാസനകളൊക്കെ അസ്തമിച്ച് മനസ്സിലുള്ള വാസനകളെയൊക്കെ നീക്കി ഉള്ളിൽ അഹം 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 എന്ന് സ്വരൂപം നർത്തനം ചെയ്യും. ഇപ്പൊ അഹങ്കാരം നർത്തനം ചെയ്യുന്ന സ്ഥാനത്ത് സ്വരൂപം നർത്തനം ചെയ്യും. മഹർഷി 17-ാമത്തെ വയസ്സില് വീട്ടില് കത്തെഴുതി വെച്ചിട്ട് ഓടി വന്നു. നമ്മൾ കണ്ടു. തിരുവണ്ണാമലയിൽ വന്ന് അരുണാചലേശ്വര ക്ഷേത്രത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോ അവിടെ ആദ്യം വന്ന ഉടനെ നേരെ പോയി ശ്രീകോവിലിൽ പോയി ലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ആരുമില്ല. ആ മഹാക്ഷേത്രത്തിൽ അദ്ദേഹം വരുന്ന ദിവസം ഒരൊറ്റ ആളില്ല. ആ ലിംഗത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അതുവരെ ശരീരത്തിലൊക്കെ ഒരു ചൂടുണ്ടായിരുന്നു. ആ മരണാനുഭവത്തിന് ശേഷം ശരീരം മുഴുവൻ ഒരു ചൂട്. രാമകൃഷ്ണദേവന്റെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ട്. രാമകൃഷ്ണ പരമഹംസർക്ക് സമാധി അനുഭവം ഏർപ്പെട്ട ശേഷം ദേഹം മുഴുവൻ ഒരു ചൂട്. അത് എന്തൊക്കെ വൈദ്യന്മാര് ചികിത്സിച്ചിട്ടും ഒന്നും പോയില്ല. ഈ അധ്യാത്മമണ്ഡലത്തില് പ്രവർത്തിക്കുന്നവർക്ക് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടാവും. അത് വൈദ്യ ചികിത്സ കൊണ്ടൊന്നും മാറില്ല. ഭൈരവി ബ്രാഹ്മണി എന്ന് പറയുന്ന ഒരു വൈഷ്ണവ താന്ത്രിക അതിന് ചില ചികിത്സയൊക്കെ ശ്രീരാമകൃഷ്ണദേവന് ചെയ്തു. കഴുത്തില് പുഷ്പമാല അണിയിച്ച് ചന്ദനം പൂശി എന്തൊക്കെയോ ചെയ്തു. അതോടുകൂടെ ആ എരിച്ചല് പോയി. മഹർഷിക്ക് ഇതൊന്നും അറിയുകയില്ലല്ലോ. സാധന എന്നുള്ള വാക്കേ അദ്ദേഹം കേട്ടിട്ടില്ല, ബ്രഹ്മം എന്നുള്ള വാക്കും കേട്ടിട്ടില്ല. TMP മഹാദേവൻ പറയും, ബ്രഹ്മം എന്നുള്ള വാക്ക് കേൾക്കാതെ ബ്രഹ്മമായി തീർന്ന ജീവൻ മുക്തൻ. അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചതാണ്. ബ്രഹ്മം എന്നുള്ള വാക്കേ കേട്ടിട്ടില്ല, പിന്നീടാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോ ഈ അനുഭവം ഏർപ്പെട്ട് അരുണാചലത്തിലേക്ക് വലിക്കപ്പെട്ട് വരുമ്പോ ആ ശ്രീകോവിൽ കയറണവരെ ഈ ശരീരത്തിൽ മുഴുവൻ എരിച്ചലുണ്ട്. ആ ലിംഗത്തിൽ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അപ്പാ ഉൻ ആണൈപ്പടി വந்தேன், ഇനി ഉൻ ഇഷ്ടം എന്നിഷ്ടം. പിന്നെ ആ ജീവിതം മുഴുവൻ അതാണ്, ഉൻ ഇഷ്ടം എന്നിഷ്ടം. എന്റെ ഇഷ്ടമില്ല, ശരണാഗതി അതാണ്. ഉൻ ഇഷ്ടം എന്നിഷ്ടം. അച്ഛന്റെ ഇച്ഛപ്പടി, ഭഗവാന്റെ ഇച്ഛപ്പടി ഞാൻ വന്നു എന്നാണ്. വരുന്തിടും തലൈവിധി അരുണാചല. അരുണാചല അക്ഷരമണമാലയിലെ ഒരു പാട്ടാണ്. അങ്ങ് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നില്ലേ, ഇനിയിപ്പോ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന തലയിലെഴുത്ത് അങ്ങക്കാണെന്നാണ്, എനിക്കൊന്നുമില്ല. വരുന്തിടും തലൈവിധി, തലയിലെഴുത്ത് അങ്ങയ്ക്ക, ഞാൻ സ്വതന്ത്രനാണ്. അങ്ങയുടെ ഇച്ഛപ്പടി ഇതാ വന്നു. ആ ആലിംഗനത്തോടുകൂടെ ശരീരത്തിലുള്ള എരിച്ചൽ മുഴുവൻ പോയി, ചൂട് മുഴുവൻ പോയി എന്നാണ്. എന്നിട്ട് ശ്രീകോവിലിൽ നിന്ന് ചുവട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോ ആരോ ചോദിച്ചു, സ്വാമി തലമുടി വെട്ടണ്ടേ എന്ന് ചോദിച്ചു. ഇരുന്നു കൊടുത്തു. തലയൊക്കെ മൊട്ടയടിച്ചു. കുളിക്കാനൊന്നും നിന്നില്ല. കുളിയുടെ കാര്യമൊന്നും ഓർമ്മയില്ല. കുളിക്കണം അതൊന്നും ചിന്തിച്ചതേയില്ല. അങ്ങനെ ഇരിക്കുമ്പോ തല മൊട്ടയടിച്ച് അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് പിന്നെയും. അപ്പൊ ഒരു മഴ, ഭഗവാൻ തന്നെ മഴ പെയ്ത് ശരിക്കും കുളിപ്പിച്ചു. ഇതിനെ മുഴുവൻ ആത്മീയമായിട്ട് ഭഗവാൻ അക്ഷരമണമാലയിൽ പറയുന്നു, മൊട്ടയടിത്തനൈ വെട്ടവെളിയിൽ നീ നട്ടമാടിനൈ എൻ അരുണാചല. എന്നെ മൊട്ടയടിച്ച് വെട്ടവെളി എന്ന് വെച്ചാൽ തുറന്ന സ്ഥലത്ത് നിർത്തി അങ്ങ് നർത്തനമാടി എന്നാണ്.
എന്നുവെച്ചാൽ ഉള്ളിലുള്ള വാസനകളെ മുഴുവൻ മൊട്ടയടിക്കുക, വൈപ്പ് ഔട്ട്, വാസനാശൂന്യമാക്കി ചിത്തത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നീക്കി അഹം 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 എന്ന് ആത്മസ്വരൂപമായി ഹൃദയത്തിൽ ഭഗവാൻ നർത്തനം ചെയ്തു. ആണ് മൊട്ടയടിത്തനെ വെട്ടവെളിയിൽ നീ നെട്ടമാടിനെ. അപ്പോ അഹങ്കാരവും ത്രിപുടികളുമൊക്കെ, ദ്വന്ദ്വങ്ങളും ത്രിപുടികളുമൊക്കെ അഹങ്കാരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. തന്മാർഗണെ, അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ ഞാൻ ആര് എന്നുള്ള അന്വേഷണം കൊണ്ട്, ഞാൻ എന്നുള്ളതിനെ നിഷേധിക്കുകയും വേണ്ട സ്വീകരിക്കുകയും വേണ്ട, അന്വേഷിക്കാം. സൂക്ഷ്മമായി അത് അന്വേഷിക്കുന്നത് കൊണ്ട് ഗളിതം സമസ്തം, സകലതും അസ്തമിക്കും. ആ അഹങ്കാരം എവിടെ അസ്തമിക്കുന്നുവോ അവിടെ സദ്വസ്തു പ്രകാശിക്കും. ആത്മ അഥവാ ഈശ്വരൻ പ്രകാശിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കും. ആ ഭഗവാനെ കണ്ടാൽ ന ചലനം, പിന്നെ മനസ്സ് ചലിക്കില്ല. നമ്മളുടെ അനുഭവമണ്ഡലം മുഴുവൻ ആ നിശ്ചലത നിറയും. അനുഭവമണ്ഡലം മുഴുവൻ ആ നിശ്ചലത നിറഞ്ഞു കവിയും. ഇതാണ് യഥാർത്ഥമായ പരമാർത്ഥ വിദ്യ. ഈ വിദ്യയ്ക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഈ വിദ്യയ്ക്ക് വലിയ പഠിപ്പോ അറിവോ അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല. ഈ വിദ്യ സ്വീകരിക്കാൻ കഴിയുമോ ബാക്കിയൊന്നും പ്രശ്നമല്ല എന്നാണ്. മഹർഷിയോട് പലരും ചോദിച്ചു, മറ്റു വേദാന്ത ഗ്രന്ഥങ്ങളിലൊക്കെ വിവേകം, വൈരാഗ്യം, ശമം, ദമം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവല്ലോ, അങ്ങ് എന്താ അതൊന്നും വർണ്ണിക്കാതെ ഡയറക്റ്റായിട്ട് ഈ സത്യത്തിനെ തന്നെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ പറയണത്? ഇതെല്ലാവരെ കൊണ്ട് സാധിക്കുമോ? അതിന് മഹർഷി പറഞ്ഞത്, ആർക്ക് വിവേകമുണ്ട് വൈരാഗ്യമുണ്ട് എന്നൊന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതൊരിക്കലും ഈ ആന്തരിക ഗുണങ്ങൾ ഉണ്ടോ എന്ന് ഈ ആർക്കുണ്ടോ അവർക്കും അറിയില്ല. അറിയണ്ടെങ്കിൽ തന്നെ അവർക്കില്ല എന്നർത്ഥം. എനിക്കിതൊക്കെ ഉണ്ടോ എന്ന് ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് പിന്നെ നോക്കിയിട്ട് നിശ്ചയിക്കാനും പറ്റില്ല. പിന്നെ ഇതൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ, ഈ വേദാന്ത വിദ്യ കേൾക്കുമ്പോൾ മനസ്സിലാവണുണ്ടോ ഇതൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞു. അവരുടെ ബാഹ്യജീവിതം കണ്ടിട്ടൊന്നും അല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. ഈ സത്യം പറയുമ്പോൾ പിടികിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം വാസനാക്ഷയം ഏർപ്പെട്ടു കഴിഞ്ഞു എന്നർത്ഥം. പിടികിട്ടണില്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ വട്ടത്തിരിഞ്ഞിട്ട് വരാം. അപ്പോ അതുകൊണ്ടാണ് ഈ സത്യത്തിന്, ഈ പരമാർത്ഥ വിദ്യയെ യാതൊരു പ്രീ റിക്വസൈറ്റ്സും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രീ റിക്വസൈറ്റ്സ് ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല, ഇത് തെളിയില്ല. ബാക്കിയുള്ളത് കൊണ്ടൊക്കെ ചിത്തശുദ്ധി വന്നിട്ടില്ലെങ്കിൽ ഇത് തെളിയില്ല. തെളിഞ്ഞിട്ടില്ലെങ്കിൽ അവർ പിന്നെയും നിഷ്കാമ്യമായ കർമാനുഷ്ഠാനങ്ങളും തപസ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. പക്ഷെ ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും പോയി ചുറ്റേണ്ട ആവശ്യമില്ല. ഈ വിദ്യ, ഇതാണ് പരമാർത്ഥ വിദ്യ, ആത്മവിചാരം. ഇത് പലപ്പോഴും നല്ല പഠിപ്പും അറിവുമുള്ള ആളുകൾ മനസ്സിലാവാതെ വിഷമിക്കുന്നതും, സ്കൂളിലേക്കേ പോവാത്ത ആളുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബുദ്ധിശക്തിയുടെ കളിയല്ല, ഇതൊരു ബ്രെയിൻ പവർ കൊണ്ടല്ല ഈ ആത്മവിചാര മാർഗത്തിനെ മനസ്സിലാക്കുന്നത്. അദ്ഭുതമാണ്. ഒരിക്കല് ഒരേ പ്രഭാഷണ സീരീസിൽ രണ്ടും കണ്ടു ഞാൻ. ഒരിടത്ത് ഇത് പ്രഭാഷണം നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നല്ലവണ്ണം ഹൈലി എഡ്യൂക്കേറ്റഡ്, അദ്ദേഹം ഇത് ഒന്നും പിടികിട്ടാത്ത കുറുക്കന്റെ കയ്യിൽ ആമ കിട്ടിയ പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു, വാദിക്കുകയായിരുന്നു. വാദിക്കാനൊന്നും ഞാൻ നിന്നില്ല. ഇതൊന്നും വാദിക്കാനൊന്നും തയ്യാറാകാൻ, താൻ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ വേണ്ട. അതേ സീരീസില് ഒരു ദിവസം ഒരു കൂലിപ്പണിക്കാരൻ, അയാൾ ഒരു 10-35 വയസ്സായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അയാൾ സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. അയാൾ വന്നു, കരഞ്ഞുകൊണ്ടുവന്നു. കരയാന്ന് വെച്ചാൽ ആനന്ദം കൊണ്ട്. അയാളുടെ മുഖം കണ്ടാൽ അറിയാം സന്തോഷമാണ്, മുഖത്ത് നല്ല ലക്ഷണമുണ്ട്. ആനന്ദത്തോടെ, തമിഴ്നാട്ടിലാണ്, കരഞ്ഞുകൊണ്ടുവന്നു. അയാൾ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഏതോ ഒരു സിദ്ധന്റെ സമാധിയില് ഒരു 5-6 വർഷം മുമ്പ് അദ്ദേഹം പോയിരുന്നു അത്രയും. അപ്പൊ ആ സിദ്ധന്റെ സമാധിയിൽ നീ തന്നെ കടവുൾ നീ താൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു അത്രയും. അപ്പോ
ഇവൻ ആ സമാധിയിൽ ചെന്നിട്ട് ഇയാള് അതെങ്ങനെ ശരിയാവും? ഞാൻ ശരീരമാണെങ്കിൽ കടവുളാവാൻ പറ്റില്ല. ഇതൊന്നും പക്ഷെ ശരീരം വേറെ ആത്മാവ് വേറെ എന്നുള്ള ഭാവമൊന്നും മനസ്സിലാക്കാനുള്ള ശക്തിയില്ല. ശരീരം കടവുളാണെന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപുവായി പോകും അല്ലേ? അപ്പൊ ഇയാൾക്ക് ആ സമാധിയിൽ ചെന്ന് ഇരുന്നിട്ട് നോക്കണം, ശുദ്ധബുദ്ധിയുടെ ലക്ഷണമാണ്. ഇയാൾ പറയണത് തെറ്റാണ് എന്ന് പറയും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ. ഇയാൾ അത് പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞു, ആ സ്വാമി ഏതർത്ഥത്തിലാ ഇത് പറഞ്ഞതെന്ന് എനിക്ക് പിടികിട്ടണില്ല. ഞാൻ കൂലിപ്പണിക്കാരനാണ്, പാടത്ത് പണിയെടുക്കുകയാണ്. എനിക്ക് മഴയെ ആശ്രയിക്കണം, മണ്ണിനെ ആശ്രയിക്കണം, പ്രകൃതിയെ മുഴുവൻ ആശ്രയിക്കണം. എന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കടവുളാണോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈശ്വരനാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് എങ്ങനെ ശരിയാവും, എങ്ങനെ യോജിക്കും? ഞാൻ ഒരു ബലവും ഇല്ലാത്തൊരു ജീവൻ, ഒന്നിനും ശക്തിയില്ലാത്തൊരു ജീവൻ. എല്ലാത്തിനും ഞാൻ പ്രകൃതിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകൃതിയാണ് എന്നെ എല്ലാവിധത്തിലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം എഴുതിയിട്ടിരിക്കുന്നു, നീ കടവുളാണെന്ന്. അന്നു മുതൽ ഇദ്ദേഹം 5 വർഷമായിട്ട് ആ സമാധിയിൽ നിത്യേനയോ എന്തോ പറഞ്ഞു അദ്ദേഹം. ഞാൻ പോയിട്ട് വാശി പിടിച്ച ആ സിദ്ധന്റെ സമാധി സ്ഥാനത്ത് ചെന്ന് ഇരിക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥ പൊരുൾ എനിക്ക് മനസ്സിലാക്കി തരണം. അങ്ങ് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല എന്ന്. നോക്കണം, ഹൗ ഇന്റലിജന്റ്. പഠിച്ച ആളുകളാണെങ്കിൽ എന്താ ചെയ്യാറിയോ, ഇദ്ദേഹം പറയണത് തെറ്റാണ് എന്ന് പറയും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കോട്ട് ചെയ്ത് കമ്പയർ ചെയ്യും. പഠിപ്പ്, ബുദ്ധി വളർന്നു കഴിഞ്ഞാൽ ബുദ്ധി എന്തൊക്കെ ചെയ്യും? കമ്പാരിസൺ, ജസ്റ്റിഫിക്കേഷൻ, നെഗേഷൻ, ഡിസിഷൻ, ഇതൊക്കെ പഠിച്ച ബുദ്ധിയുടെ കുഴപ്പങ്ങളാണ്. ബ്രെയിൻ നമ്മളുടെ കൺട്രോൾ വിട്ടു പോയി കഴിഞ്ഞാൽ ആ ബ്രെയിൻ എന്ത് ചെയ്യും? അത് സ്വതന്ത്രമായി പ്രവർത്തിക്കും. അതില്ലാതെ ശരിയായ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇതാണ്. വിനയവുമുണ്ട് അതിനകത്തെ. അത് സ്വയം തീരുമാനമൊന്നും എടുക്കണില്ല. അത് എളുപ്പത്തിൽ തീരുമാനത്തിലൊന്നും വരുന്നില്ല. അനുഭൂതിയിലൂടെ തീരുമാനത്തിൽ വന്നെത്താനായി കാത്തുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം അയാൾ കാത്തുകൊണ്ടിരുന്നു. അത്ര കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റിയില്ല, കൂലിപ്പണിക്ക് പറഞ്ഞയച്ചതാണെന്ന്. 5 വർഷമായി ആ സമാധിയിൽ ചെന്ന് ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരുമാതിരി അദ്ദേഹത്തിന് തെളിഞ്ഞു വരുമ്പോഴാണ് ഈ പ്രഭാഷണത്തിന് വന്നത്. അന്ന് മുഴുവൻ ഈ ആത്മവിദ്യയായിരുന്നു. അയാള് വളരെ സന്തോഷത്തോടെ ശരിക്കും അനുഭൂതിയുടെ രസം ആസ്വദിച്ച് ഒരു തൃപ്തിയോടുകൂടെ തരാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് പിടികിട്ടി, നല്ലവണ്ണം മനസ്സിലായി, എനിക്ക് വലിയ അനുഗ്രഹം ഉണ്ടായി ഭഗവാന്റെ. എവിടുന്ന് കിട്ടി? ബുദ്ധിശക്തിയാണോ? പഠിക്കാനുള്ള ശക്തിയാണോ? അതൊന്നുമല്ല. അതാണ് ശുദ്ധബുദ്ധി എന്ന് പറയണത്. തീക്ഷ്ണബുദ്ധിയല്ല, ശുദ്ധബുദ്ധി. വളരെയധികം തീക്ഷ്ണബുദ്ധിയുള്ളവര്, സയന്റിസ്റ്റ് ആയിട്ടുള്ളവര് പിടികിട്ടാതെ വലയണത് കണ്ടിട്ടുണ്ട്. അപ്പോ പഠിപ്പുള്ളവരും, അതേസമയം പഠിപ്പുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല എന്നല്ല, പഠിപ്പുള്ളവരും മനസ്സിലാക്കുന്നുണ്ട്, പഠിപ്പില്ലാത്തവരും മനസ്സിലാക്കുന്നുണ്ട്. പഠിപ്പില്ലാത്തവരെ എല്ലാവരും മനസ്സിലാക്കുന്നു അർത്ഥമല്ല. ആ ജീവന്റെ ആന്തരിക പക്വതയാണ് മുഖ്യം. ജീവൻ ഹൃദയത്തിൽ ശുദ്ധമാണെങ്കിൽ പഠിപ്പുള്ളവനാവട്ടെ പഠിപ്പില്ലാത്തവനാവട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഇത് തെളിഞ്ഞു കിട്ടണം. ചിലപ്പോ ചെറിയ കുട്ടികൾ മനസ്സിലാക്കി കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ, 10 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികൾ, അവർക്ക് എവിടുന്ന് കിട്ടണോ? അപ്പൊ അത് വളർന്നു വരുന്ന ബ്രെയിനിന്റെ പവറല്ല, ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ട് ഈ സ്ഫൂർത്തിയെ റെക്കഗ്നൈസ് ചെയ്യാണ്, ശ്രദ്ധിക്കുകയാണ്. അതാണ് യഥാർത്ഥ പരമാർത്ഥ വിദ്യ. ബാക്കി ലൗകിക വിദ്യയൊക്കെ ഉണ്ടല്ലോ, അത് വിദ്യ എന്ന് പറയാൻ വയ്യ. കാരണം അതിന് ഓപ്പോസിറ്റായിട്ടൊരു അവിദ്യയുണ്ട്. വിദ്യയും അവിദ്യയും ഉണ്ട്. ഒരു സ്റ്റേജിൽ വിദ്യയായത് മറ്റൊരു സ്റ്റേജിൽ അവിദ്യയാവും. ABCD പഠിക്കുന്നത് വിദ്യയാണ്. പക്ഷെ 10ാം ക്ലാസ് എത്തിയിട്ടും ABCD പഠിച്ചുകൊണ്ടിരുന്നാൽ അവിദ്യയാവും അല്ലേ? അതേ തന്നെ വിദ്യാഭ്യാസം തന്നെ അവിദ്യയാവണം. ഇതിനൊക്കെ ഡിഗ്രി ഉണ്ട്, ഗ്രഡേഷൻ ഉണ്ട്. ബ്രഹ്മവിദ്യ ഗ്രഡേഷനുള്ള വിദ്യയല്ല. ഇതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്. വിദ്യാ കഥം ഭാതി നേത് അവിദ്യാം വിദ്യാം വിനാകിം പ്രവിഭത്യവിദ്യ ദ്വയം ച കസ്യേതി വിചാര്യ മൂലസ്വരൂപനിഷ്ഠാം പരമാർത്ഥവിദ്യാം.
വിദ്യ കഥം ഭാതി നചേത് അവിദ്യ. അവിദ്യ ഇല്ലെങ്കിൽ വിദ്യ എങ്ങനെ പ്രകാശിക്കും? അവിദ്യ ഉള്ളത് കൊണ്ടാണ് വിദ്യക്ക് ഇപ്പൊ സ്ഥാനം. നമ്മൾ സാധാരണ വിദ്യ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് അവിദ്യ ഇല്ലെങ്കിൽ എങ്ങനെ പ്രകാശിക്കും? ഇപ്പൊ എനിക്ക് തെലുങ്ക് ഭാഷ അറിയില്ല, അവിദ്യ. അത് കഴിഞ്ഞ് ഞാൻ തെലുങ്ക് ഭാഷ പഠിച്ചപ്പോ എനിക്ക് വിദ്യ. അപ്പൊ എനിക്ക് എന്ത് തോന്നുന്നു? ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു, ഇപ്പൊ അറിഞ്ഞു എന്ന് തോന്നുന്നു. 2 സ്റ്റേജ് ഉണ്ട്. അതിൽ തന്നെ തെലുങ്ക് ഗ്രാമർ അറിയുന്ന ഒരാൾ വന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഗ്രാമർ പഠിച്ചാലോ അപ്പൊ അറിയും. ഇങ്ങനെ ആണ് എല്ലാം നമ്മളുടെ മാനസിക തലത്തിലുള്ള അറിവാണ് ഇതൊക്കെ. അതൊന്നും അനുഭവമണ്ഡലത്തിനെ സ്പർശിക്കാത്ത അറിവുകളാണ്. വിദ്യാം വിനാകിം പ്രവിഭാത്യ വിദ്യ. അതുപോലെ വിദ്യയെ കൂടാതെ അവിദ്യയും നിൽക്കില്ല. അവിദ്യയെ കൂടാതെ വിദ്യയോ വിദ്യയെ കൂടാതെ അവിദ്യയോ ഇല്ല. ഈ വിദ്യയും അവിദ്യയും ഒരേ ഫീൽഡിന്റെ ഉള്ളിലുള്ളതാണ്. ഉപനിഷത്തില്, ഈശാവാസ്യ ഉപനിഷത്തില് ഒരു മന്ത്രം, അന്ധം തമഃ പ്രവിശന്തി ഏ അവിദ്യാം ഉപാസത്തെ. അവിദ്യയെ ഉപാസിക്കുന്നവർ, അവിദ്യയെ ആശ്രയിക്കുന്നവർ കൂരിരുട്ടിലേക്ക് പോകുന്നു. തതോ ഭൂയ ഇവ തമഃ യൗ വിദ്യായാകും രതാഹ എന്നാണ്. അതിനേക്കാളും കൂരിരുട്ടിൽ പോയി വീണു വിദ്യയിൽ രമിക്കുന്നവർ എന്നാണ്. അപ്പൊ എന്താ അർത്ഥം? അവിടെ അവിദ്യയും വിദ്യയും ഒരേ ഫീൽഡിന്റെ ഉള്ളിലാണ്. ഒരു സർക്കിൾ വരച്ച് ആ സർക്കിളിൽ ഈ പ്ലെയിനിൽ നിൽക്കണവരും ആ പ്ലെയിനിൽ ആ അറ്റത്ത് ഈ അറ്റത്ത് നിൽക്കണവരും സർക്കിളിന്റെ ഉള്ളിലാണ്. വിദ്യയും അവിദ്യയും ഒരു സർക്കിളിന്റെ ഉള്ളിലാണ്. നമുക്ക് ലോകത്തിൽ നോക്കിക്കൊള്ളാം, പഠിച്ചവനും പഠിക്കാത്തവനും ഒരേപോലെ ദുഃഖമുണ്ട്, അല്ലേ? ദുഃഖത്തിൽ വല്ല മാറ്റമുണ്ടോ? തിരുവണ്ണാമലയില് അവിടെ ഉമ്മറത്ത് നിൽക്കുമ്പോ 2 പിച്ചക്കാര് തമ്മിൽ ശണ്ട കൂടുന്നു. ഭയങ്കരമായ ലഹള റോട്ടില്. എന്തിനോ അവരുടെ 5-10 പൈസ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ലഹളയാണ്. അപ്പൊ ഒരു സന്യാസി അവിടെ നിന്നിട്ട് പറയണു, എന്റെ ചെവിയിൽ വീണു. സന്യാസി പറയണു, പിച്ചക്കാരന്റെ ലഹള തെരുവില്, പണക്കാരന്റെ ലഹള വീട്ടില്. രണ്ടുപേർക്കും ഒരേപോലെ തന്നെ. വിദ്യയ്ക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. വിദ്യാം വിനാക്കിം പ്രവിഭാത്യ വിദ്യ. ഈ അപരാവിദ്യ, പരാവിദ്യ എന്ന് 2 എണ്ണത്തിനെ ഉപനിഷത്ത് പറയുന്നു. അപരാവിദ്യ എന്ന് വെച്ചാൽ അത് എന്തൊക്കെ ലോവർ നോളേജ്, അതാണ് അപരാവിദ്യ. മാനസികമായ അറിവ്. മാനസികമായ അറിവൊന്നും നമ്മളെ ബാധിക്കില്ല. പക്ഷെ ഒരു ഹിപ്നോട്ടിസം പോലെയാണ്, എന്തോ അറിഞ്ഞ പോലെ തോന്നും, അല്ലെ? ഇപ്പൊ സത്യം പറയണം, ആർക്കാ അറിയാത്തത്? സത്യം പറയണമെന്ന് ഇപ്പൊ ആർക്കാ ലോകത്തിൽ അറിയാത്തത്? എല്ലാവർക്കും അറിയാം. അത് അപരാവിദ്യയാണ്. പക്ഷെ ഞാൻ സത്യമായിട്ട് തീരണതുണ്ടല്ലോ, അതായത് എന്നിൽ നിന്ന് ഇനി ഒരു കള്ളം വരില്ല എന്നൊരു സ്റ്റേജ് വരുമ്പോ അത് ആ വിദ്യ ഞാനായി തീർന്നു. ദാറ്റ് ഈസ് ട്രൂത്ത്. മറ്റേത് പ്രയോജനമില്ല. എല്ലാവർക്കും അറിയാം. സ്കൂളിലൊക്കെ മോറൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന ടീച്ചർക്കും മൊറാലിറ്റി ഉണ്ടാവില്ല, കേൾക്കുന്ന കുട്ടികൾക്കും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അത് അപരാവിദ്യ. ആ വിദ്യയും ഞാനും വേറെയാണ് നിൽക്കുന്നത്. അത് മാനസിക വിദ്യയാണ്. മനസ്സുകൊണ്ട് അറിയുന്നു ഇതിനെയൊക്കെ. അതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പോ അപരാവിദ്യ, ഉപനിഷത്ത് പറഞ്ഞു എന്തൊക്കെയാ അപരാവിദ്യ? നമുക്ക് ആശ്ചര്യം തോന്നും. ലോവർ നോളേജ് എന്നുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. അപരാവിദ്യ ഫിസിക്സ് കെമിസ്ട്രി ഒന്നും പിന്നെ ഇവിടെ ചർച്ച ചെയ്യില്ല. ആയുർവേദമോ അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞാൽ ആയുർവേദം, ന്യായശാസ്ത്രം, അതൊന്നും ചർച്ച ചെയ്യില്ല. അതിനെക്കുറിച്ചൊന്നും മിണ്ടിയതേ ഇല്ല. എന്താന്ന് വെച്ചാൽ ഇതിനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും പറയാനേ ഇല്ല. സെക്കൻഡ് ഗ്രേഡ് നോളേജ് ഏതിനെയാ പറഞ്ഞതെന്ന് വെച്ചാൽ ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. വേദത്തിന്റെ 6 അംഗങ്ങളടക്കം 4 വേദത്തിനെയും തള്ളിക്കളഞ്ഞു അപരാവിദ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ പരാവിദ്യ എന്താ? യഥാർത്ഥ വിദ്യ എന്താന്ന് വെച്ചാൽ യയാ തദക്ഷരമധിഗമ്യത്തെ.
ഏതൊന്നുകൊണ്ടാണോ നശിക്കാത്ത സത്യത്തിനെ അറിയുന്നത് അത് പരാവിദ്യ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ മാനസിക തലത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അപരാവിദ്യ. ഉപനിഷത്തിനെ മാത്രം എന്തുകൊണ്ട് പരാവിദ്യ എന്ന് പറയണു എന്ന് ചോദിച്ച ആചാര്യസ്വാമികൾ ഭാഷ്യം ആരംഭിക്കുന്നു. ഉപനിഷത്തിനെ എന്തുകൊണ്ട് പരാവിദ്യ എന്ന് പറയണു, വേദത്തിന്റെ കർമ്മകാണ്ഡത്തിനെ എന്തുകൊണ്ട് അപരാവിദ്യ എന്ന് പറയണു എന്ന് ചോദിക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നു, ഉപനിഷത്തിനെ പരാവിദ്യ എന്ന് പറയാൻ കാരണം ആയുർവൈഘൃതം എന്നൊരു ചൊല്ലുണ്ട്. അതായത് നെയ്യ് കഴിച്ചാൽ ആയുസ് വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് വന്നിട്ട് നെയ്യ് തന്നെ ആയുസാണ് എന്ന് പറയും. അതുപോലെ ഉപനിഷത്ത് ശരിക്ക് അധ്യയനം ചെയ്യുകയാണെങ്കിൽ പരാവിദ്യ ഉണ്ടാവും. അതുകൊണ്ട് ഉപനിഷത്ത് തന്നെ പരാവിദ്യയാണെന്ന് പറയണു. പക്ഷെ ഉപനിഷത്തിനെ വെറുതെ ഇപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കും. യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കണ പോലെ പഠിച്ചാൽ അതും പരാവിദ്യയല്ല, അപരാവിദ്യയാണ്. അത്യന്തം ദുഃഖിപ്പിക്കും. ഈ ചുമ്മാ ശാസ്ത്രം പഠിക്കണവരുണ്ടല്ലോ, വെറും ഇന്റലക്ച്വലായിട്ട് ഉപനിഷത്തൊക്കെ പഠിച്ചു കളയവര്, ഏറ്റവും അപകടം അവർക്ക് എന്താന്ന് വെച്ചാൽ അവർ വിചാരിക്കും അവർക്ക് അറിയുമെന്ന്. അതുകൊണ്ട് ഇനിയൊന്നും അവർ കേൾക്കില്ല. അവർ ഉള്ളിൽ ക്ലോസ് ആയി കഴിഞ്ഞു. ഇനി അവർ ആരും മഹാത്മാക്കളെ കാണില്ല, സാധുക്കളെ കാണില്ല, ശരിയായ സന്നിധിയിൽ പോയി ഇരിക്കില്ല, ഗ്രഹിക്കാൻ തയ്യാറാവില്ല. അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഉള്ളില്. അവർക്ക് അറിയുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അറിയുന്നവരെ അവരറിയില്ല എന്നും പറയും. എന്താന്ന് വെച്ചാൽ അവർക്കറിയാലോ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അവർ മുന്നോട്ടേ പോവില്ല. അതുകൊണ്ട് പരാവിദ്യയായ ഉപനിഷത്തിനെ പോലും അനുഭൂതിയുടെ ആശ്രയമില്ലാതെ പഠിക്കുകയാണെങ്കിൽ അത് തതോഭൂയൈവ തമഃ, കൂരിരുട്ടിനേക്കാളും ഭയങ്കരമായ കൂരിരുട്ടിൽ പോയി വീഴും. മാനസികമായി വലതും മനസ്സിലാക്കിയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നവൻ മനസ്സിലാവാത്തവനേക്കാളും കൂരിരുട്ടിൽ പോയി വീഴും. അപ്പോ ഇവിടെ മാനസിക ജ്ഞാനവും മാനസികമായ അജ്ഞാനവും രണ്ടും ഒരേ സർക്കിളിന്റെ ഉള്ളിലാണ്. രാമകൃഷ്ണദേവൻ പറയും, ചില പണ്ഡിതന്മാരുണ്ട്, അവര് കഴുകനെ പോലെയാണെന്ന്. ആകാശത്തിൽ പറക്കും. ദൃഷ്ടി ചുവട്ടിലുള്ള കോഴിയിലായിരിക്കും. അപ്പൊ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദൃഷ്ടി എപ്പോഴും ചുവട്ടിലുള്ള അനുഭവം, എന്താ പറയാ, വിഷയങ്ങളിലായിരിക്കും. നമ്മുടെ ഒരു സ്വാമി തമാശയായിട്ട് പറയാം, അദ്ദേഹം അവരൊക്കെ പഠിക്കുമ്പോൾ ബ്രഹ്മസൂത്രം ക്ലാസ് എടുക്കാൻ ഒരു പണ്ഡിതൻ വരും. ധാരാളം പട്ടങ്ങളും പദവികളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. കയ്യിൽ 5 വിരലിലും മോതിരം ഉണ്ടാവും, കഴുത്തില് സ്വർണ്ണ പതക്കം, ബ്രഹ്മസൂത്രം. എന്നിട്ട് അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോ, ബ്രഹ്മചാരികൾ ക്ലാസ് എടുക്കുമ്പോ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നിങ്ങനെ കാണിക്കാത്രേ. കുട്ടികൾ വിടുവോ? കുട്ടികൾ പറയാം, അതെ അതെ ജഗത്തൊക്കെ മിഥ്യ, ഇയാളുടെ കയ്യിലിരിക്കണ മോതിരം മാത്രം സത്യം. അപ്പൊ വിദ്യയും അവിദ്യയും ഒക്കെ ഒരേ സർക്കിളിലാണ്. അവരുടെ വിദ്യ ഒന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അതുകൊണ്ട് അത് അവിദ്യ തന്നെയാണ്. അപ്പൊ മഹർഷി വിദ്യയെ കൂടാതെ അവിദ്യയില്ല, അവിദ്യയെ കൂടാതെ വിദ്യയുമില്ല എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ വിദ്യ എന്താണെന്ന് പറയുന്നു. ദ്വയം ച കസ്യേതി വിചാര്യ മൂലസ്വരൂപനിഷ്ഠ പരമാർത്ഥ വിദ്യ. ഈ വിദ്യയും അവിദ്യയും ആർക്ക് അറിവില്ല എന്നാരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് അറിവുണ്ട് എന്ന് പറയണവരെ അതേ ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് ആശ്രമത്തില് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്, രാജേന്ദ്ര പ്രസാദ്, അതുപോലെ പിന്നെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വരും. രാധാകൃഷ്ണനൊക്കെ ഒന്ന് വളരെ ക്വയറ്റായിട്ട് മിണ്ടാതെ ഇരുന്നിട്ട് മഹർഷിയുടെ മുമ്പിൽ ഒരു മണിക്കൂർ ഇരുന്ന് എഴുന്നേറ്റ് പോയി, ഒന്നും വന്നില്ല. നമ്മുടെ റൈറ്റ് ഓണറബിൾ ശ്രീനിവാസ ശാസ്ത്രി, അദ്ദേഹം വന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു മഹർഷിയുടെ അടുത്ത്. മഹർഷി ഇടയ്ക്കിടയ്ക്ക് മാത്രം എന്തോ ഉത്തരം പറഞ്ഞു. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ആരോ ചോദിച്ചു, അദ്ദേഹം പോയ ശേഷം ചോദിച്ചു, അദ്ദേഹം എങ്ങനെയാ ചോദിച്ചു. അവനെ நான் உள்ளுக்கு இழுக்க பார்த்தேன், அவன் என்ன வெளியில இழுக்க பார்க்கிறார். നല്ല പഠിപ്പ് അറിവുള്ളവരാണ്, പക്ഷെ എന്താ, മനസ്സ് ബഹിർമുഖമാണ്. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം അത പ്രയത്നാജ്ഞാതവ്യം തത്വജ്ഞൈഹി തത്വമാത്മനഃ. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞു, ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം.
ഈ ശബ്ദം ഒരുപാട് അത് ഇതും അതും ഒരുപാട് കാര്യങ്ങള് ഒരേ വിഷയത്തിൽ നിൽക്കാതെ അനേക വിഷയങ്ങളെ കുത്തിക്കയറ്റണമെന്നുണ്ടല്ലോ. ചിത്തഭ്രമണ കാരണം മനസ്സ് അതിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മനസ്സിന്റെ ഏരിയ തന്നെ നാരോ ഡൗൺ ചെയ്തുകൊണ്ട് വരണം, ചുരുക്കിക്കൊണ്ടുവരണം. ഒരുപാട് കാര്യം പറയാൻ പാടില്ല, ഒരേ കാര്യം സെന്റർ അവിടെ നിന്ന് ചുറ്റിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ചിത്തഭ്രമണ കാരണം. അതുകൊണ്ട് അറിവുള്ളവർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജ്ഞാതവ്യം തത്വജ്ഞൈഹി തത്വമാത്മനഃ. ആത്മതത്വത്തിനെ വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ പാടില്ല എന്നാണ്. ആത്മതത്വത്തിനെ വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചുറ്റാൻ പാടില്ല എന്നാണ്. ചുറ്റി ചുറ്റി ശ്രീകോവിലേക്ക് വരണം. ഇപ്പോ വലിയ പണ്ഡിതന്മാർ ഇവരൊക്കെ വരും. ചിലപ്പോ ഇവരോടൊന്നും സംസാരിക്കുകയില്ല. അവിടെയുള്ള കൂലിക്കാരൻ ഒരാളുണ്ടായിരുന്നു, വീരൻ. അവന്റെ അടുത്ത് പോയിട്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അരട്ടയടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ചോദിക്കും, ഈ ഇത്ര വലിയവരൊക്കെ വരണമല്ലോ പഠിച്ചവര്, ഭഗവാൻ അവരുടെ അടുത്തൊന്നും വർത്തമാനം പറയാതെ ഈ വീരന്റെ അടുത്ത് പോയി ഈ മണിക്കൂർ കണക്കിന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. ആമാ അവൾക്കെല്ലാം എല്ലാം തെരിയും, അവർക്കൊക്കെ എല്ലാം അറിയും, അവരുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ എല്ലാം അറിയും എന്നുവെച്ചാൽ അത് ക്ലോസ് ആയി കഴിഞ്ഞു എന്നൊരർത്ഥമാണ്. മറ്റേത് ചിലരൊക്കെ ഒന്ന് പറയും, ചിലപ്പോ വലിയ പണ്ഡിതന്മാരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ചർച്ച ചെയ്യും, ചിലപ്പോ മഹർഷിയും അവരോട് പങ്കെടുക്കും. അങ്ങനെ ഒരു ദിവസം ഏതോ വിചാരസാഗരം മുതലായ വേദാന്ത ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ മഹർഷിയോട് ചോദിച്ചു. മഹർഷി അതിന് അഭിപ്രായം പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു സാധാരണ മനുഷ്യനിരിക്കണം. അയാൾക്ക് പാവം ഒന്നും മനസ്സിലാവണില്ല. കുറെ കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഭഗവാനെ ഇവരൊക്കെ നല്ലവണ്ണം പഠിച്ചവരെന്തൊക്കെയോ പറയണു, എനിക്കൊന്നും മനസ്സിലാവണില്ല ഭഗവാനെ, എനിക്ക് എന്താണ് ഗതി? അപ്പോ മഹർഷി പറഞ്ഞത്, നിനക്ക് ചെറിയ കുടുംബമേ ഉള്ളൂ, വീട്ടിലുള്ള കുടുംബം. ഇവർക്ക് ഈ പഠിച്ച പുസ്തകത്തിന്റെ കുടുംബമൊക്കെ മനസ്സിലുണ്ടാവും, അതൊക്കെ വിട്ടുപോണം. അത്രയല്ല, അറിയില്ല എന്നറിയണ്ടല്ലോ അല്ലേ? ഈ അറിയില്ല എന്നറിയുന്നവൻ ആര്? അത് ശ്രദ്ധിക്കാം. എനിക്കറിയില്ല, എനിക്ക് ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? ഈ ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആരാ? അത് ഈ ജഡവസ്തുക്കളൊന്നും പറയില്ലല്ലോ. കട്ടിലും ചെയറും ഒന്നും എനിക്ക് ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയില്ലല്ലോ. നീ പറയുന്നുണ്ടല്ലോ എനിക്ക് അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് എവിടുന്ന് വരണു? എനിക്കറിഞ്ഞില്ല. ഈ ഞാൻ ആരോ? ഈ ഞാൻ എന്നുള്ളത് എന്താണ്? ശ്രദ്ധിക്കൂ, സത്യം തെളിഞ്ഞു കിട്ടും. അതേ ഉത്തരം തന്നെയാണ് വേറെ ഒരാൾ എനിക്ക് അറിഞ്ഞു എന്ന് പറയണം. ഈ അറിഞ്ഞു എന്ന് പറയണവൻ ആരാ? അതാണ് കേനോപനിഷത്തിലെ മറ്റോ, നാഹം വേദ സുവേദേതി നോ ന വേദേതി വേദച. ഞാൻ അറിയും എന്നും പറയാൻ പറ്റില്ല, അറിയില്ല എന്നും പറയാൻ പറ്റില്ല. രണ്ടിനും അഹങ്കാരം പൊന്തണമല്ലോ. മഹർഷി അരുണാചലത്തിൽ ആദ്യം വന്നപ്പോഴും അരുണാചലേശ്വരൻ ഉപദേശിച്ചത് അതാത്രേ. കണ്ടു എന്ന് പറഞ്ഞു. കണ്ടവൻ യവനെന കരുത്തിനുൾനാട്. ഈ അരുണാചലത്തിനെ കണ്ടു എന്ന് പറഞ്ഞത് ആര്? ഞാൻ. ഈ ഞാൻ ആര് എന്ന് അന്വേഷിച്ച് നോക്കുമ്പോ കണ്ടനൻ എന്റിട കരുത്തെഴവില്ലേ. ഞാൻ കണ്ടു എന്ന് പറയാൻ അവിടെ ഒരു അഹങ്കാരം ഉദിച്ചില്ല, കണ്ടില്ല എന്ന് പറയാനും ആളില്ല. രണ്ടു അസ്തമിച്ചു എന്നാണ്. അപ്പോ വിദ്യയ്ക്കും അവിദ്യയ്ക്കും ആശ്രയമായ ഞാൻ ആര് എന്ന് അന്വേഷിച്ചു നോക്കി ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത സ്ഥിതി നേടുക. ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത അനുഭവസ്ഥിതിയാണ് യഥാർത്ഥ അറിവ്. അറിവും അറിയാമയും കടந்த അറിവ് തിരുമേനി. അരുണഗിരിനാഥസ്വാമികൾ ഒരിടത്ത് പറഞ്ഞു, ഭഗവാന്റെ സ്വരൂപം എന്താന്ന് വെച്ചാൽ അറിവും അറിയാമയും കടந்த അറിവ് തിരുമേനി. അത് അറിവും അല്ല, അറിയാമയും അല്ല. എന്തെങ്കിലും അറിയലോ അറിയാതിരിക്കലോ അല്ല, രണ്ടിനും ആശ്രയമായ അവബോധം, രണ്ടിനും ആശ്രയമായ ജ്ഞപ്തി, അവയർനെസ്. ആ ജ്ഞപ്തിയാണ് ആത്മസ്വരൂപം. ആ ജ്ഞപ്തി വിദ്യയിലും അവിദ്യയിലും ഒരേപോലെ സാക്ഷിയായിട്ടിരിക്കണം. വിദ്യാ കഥം ബാധി നചേത് അവിദ്യ വിദ്യാം വിനാകിം പ്രഭിഭത്യവിദ്യ ദ്വയം ച കസ്യേതി. ഈ വിദ്യയും അവിദ്യയും ആർക്ക് എന്ന് ചോദിച്ച് വിചാരം ചെയ്ത് സ്വരൂപനിഷ്ഠ, സ്വരൂപത്തിൽ നിഷ്ഠയാവുക. ആർക്ക് അവിദ്യ എന്ന് ചോദിച്ചാൽ എനിക്ക്.
ഈ ഞാൻ ആര് എന്ന് ചോദിക്കുമ്പോ അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്ത് ലയിക്കും. അപ്പോ ഒരു ശാന്തി പരക്കും. ആ ശാന്തി സ്വരൂപാനുഭവമാണ്. ആ സ്വരൂപാനുഭവത്തിൽ ചലിക്കാതെ നിൽക്കുന്നത് സ്വരൂപനിഷ്ഠ. ആ സ്വരൂപനിഷ്ഠ തന്നെ പരമാർത്ഥ വിദ്യ. ഇതിനെ പരമാർത്ഥ വിദ്യ. ഇത് അറിയാതെ വെളിയിലുള്ള വിഷയങ്ങളെയൊക്കെ അറിയണത് അറിവാകുമോ? അതാണ് അടുത്ത ശ്ലോകത്തില് ചോദിക്കുന്നത്. എല്ലാ അറിവിനും മൂലകാരണമായ തന്നെ അറിയാതെ, അറിയും തന്നെ അറിയാതെ, അയലൈ അറിവത്, എല്ലാ അറിവിനും ആശ്രയമായി തന്നെ അറിയാതെ തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെ അറിയുന്നത് ജ്ഞാനമല്ല, അജ്ഞാനമാണ് എന്നാണ്. അടുത്ത ശ്ലോകം അതാണ്. ബോദ്ധാരം ആത്മാനമജാനതോയോ ബോധസ്സ കിം സ്യാത് പരമാർത്ഥബോധഃ. ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതഃ തത് ദ്വിതയം വിനശ്യേത്. ബോദ്ധാരം ആത്മാനം, എല്ലാ ബോധത്തിനും അറിവിനും ആശ്രയമായിട്ട് അറിയുന്നവനായിട്ടുള്ള ബോദ്ധാവായിട്ടുള്ള ആത്മാവിനെ, ബോദ്ധാരം ആത്മാനം, എന്താണ്? അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരേ വീണു വണങ്ങി ഓതിടേണം. ഈശ്വരനെ വണങ്ങൽ എങ്ങനെയാണെന്നാണ്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തുമുജ്വലിക്കും. ലോകത്തിനെയൊക്കെ അറിയുന്നു. അതൊക്കെ അപരാവിദ്യയാണ്. പരാവിദ്യ എന്താണ്? അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ്. എല്ലാ അറിവിനും മൂലമായ ഞാൻ, ആ എന്റെ ഉരുവ്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് അവിടെ ചേർന്ന് നിന്നാൽ പുറത്തുമുജ്വലിക്കും. പിന്നീട് പുറത്തും കാണും അത്. ആ അറിവിനെ എങ്ങനെ വണങ്ങും? കണ്ണുകളഞ്ചും ഉള്ളടക്കി. ഇവിടെ 5 കണ്ണുകൾ എന്താ? 5 ഇന്ദ്രിയങ്ങളാണ്. കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരേ വീണു വണങ്ങി ഓതിടേണം എന്നാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞ് വണങ്ങി ഓതുക എന്ന് വെച്ചാൽ സ്വരൂപത്തിൽ ശ്രദ്ധ പതിപ്പിക്കാം. ആ ഞാൻ ഉദിക്കുന്നത് എവിടെ എന്ന് നോക്കാം. ബോദ്ധാരം ആത്മാനം അജാനതോയോ ബോധ. ആത്മാവിനെ അറിയാതെ ബാക്കിയുള്ളതൊക്കെ അറിയാം. എന്തൊക്കെ അറിയണു ഇപ്പോ, അല്ലേ? ഗാലക്സീസ് മുഴുവൻ അന്വേഷിക്കണം. പുതിയ പുതിയ ഗ്രഹങ്ങളൊക്കെ കണ്ടെത്തുന്നു. അനേക ലക്ഷം പ്രകാശവർഷങ്ങൾ ദൂരത്തിലുള്ള ഗ്രഹം കണ്ടുപിടിച്ചു എന്നൊക്കെ ഈയിടെ വാർത്തയുണ്ടായിരുന്നു. ചന്ദ്രനിലൊക്കെ പോയി സെറ്റിലാവാനുള്ള കാര്യമൊക്കെ നോക്കണം. ഇനിയിപ്പോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ചന്ദ്രനിലേക്ക് ടൂർ കൂട്ടിക്കൊണ്ടുപോവാൻ ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ആളുകൾ അവിടെ പോയിട്ട് ഇനി ചന്ദ്രനിലൊക്കെ താമസം തുടങ്ങും. അവിടെ 5 സ്റ്റാർ ഹോട്ടൽ കെട്ടാൻ പോവാണ് അത്ര ചന്ദ്രനില്. എന്നിട്ട് ആളുകളൊക്കെ പോയിട്ട് വരും. ഇപ്പൊ ഫോറിനിലേക്കൊക്കെ പോയിട്ട് വരണ പോലെ മകളെ ചന്ദ്രനിൽ കല്യാണം കഴിച്ചു കൊടുക്കും. എന്നിട്ട് അച്ഛനും അമ്മയും ഒക്കെ അവിടെ പോയി ഇരുന്നിട്ട് വരും. എന്നിട്ട് വല്ല വ്യത്യാസവും വരുമോ? വെറും ഒരു ഭ്രമം. ഇവിടുന്ന് അവിടെ പോയാൽ എന്തോ ഉണ്ട്, അവിടുന്ന് ഇവിടെ വന്നാൽ എന്തോ ഉണ്ടെന്ന്. അവിടെ പോയി കഴിഞ്ഞാലും ഇതേപോലെ രാഗം, ദ്വേഷം, അസൂയ, ഉറക്കം വരായ്മ, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവും. ചന്ദ്രനിൽ പോയിട്ട് വന്നു എന്ന് പറയാം, അത്രയേ ഉള്ളൂ. സമുദ്രത്തിന്റെ ഉള്ളിൽ പോകണം. ഡീപ് സീ റിസർച്ച്. ഇപ്പോ ഈയിടെ പോലെ ആരോ ദുബായില് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് സമുദ്രത്തിന്റെ ഉള്ളിൽ ഹോട്ടലുണ്ട് എന്നാണ്. എന്നിടത്ത് ഒരാൾ പറഞ്ഞു അവിടെ പോയിട്ട് 2 മാസത്തെ ശമ്പളം കൊടുത്ത് ദോശ തിന്നിട്ട് വന്നു അത്രേ. എന്താണോ, എന്ത് വ്യത്യാസമാണെന്നല്ലേ? വീട്ടിൽ സുഖമായിട്ട് ആഹാരം കഴിക്കണതിന് പകരം 2 മാസത്തെ ശമ്പളവും പോയി, സമാധാനം പോയി, എത്രയേ ഉള്ളൂ. അപ്പോ ഇത് വെറും ഒരു ഭ്രമം. ഈ പഞ്ചഭൂതാത്മകമായ വിശ്വത്തിൽ ഇവിടെയും അവിടെയും ഒക്കെ സമം തന്നെ. എന്തൊക്കെ കണ്ടുപിടിക്കുമ്പോ മനുഷ്യൻ ഒന്ന് ചിന്തിച്ചാൽ മതി, ഇതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എനിക്ക് വല്ല പ്രയോജനമുണ്ടോ എന്ന് ആലോചിച്ചാൽ പല അറിവുകളും നമ്മൾ വേണ്ട വയ്ക്കും.
പല അറിവുകളും നമ്മൾ വേണ്ട വയ്ക്കും. ഈ അറിവ് എന്ന് വിചാരിച്ചിട്ട് പോയി കുടുങ്ങുന്നത് അപരാവിദ്യയിലാണ്. വേണ്ടാന്ന് വെക്കും. ഇത് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല, ശരി വേണ്ട, ഉപേക്ഷിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും അറിവിനെ ഉപേക്ഷിക്കുക എന്ന്. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ എഴുതി പഠിച്ചിരിക്കുന്നത് വിദ്യാധനം സർവധനാത് പ്രധാനം എന്നാണ്. അവിടെ എഴുതിയ വിദ്യ വേറെ വിദ്യയാണ്. നമുക്ക് വഴി തെറ്റിപ്പോയി, വഴി പഴച്ചുപോയി. മതത്തിനും വഴി പഴച്ചുപോയി, ആചാരങ്ങൾക്കും വഴി പഴച്ചുപോയി, ശാസ്ത്രങ്ങൾക്കും വഴി പഴച്ചുപോയി. എന്താന്ന് വെച്ചാൽ യഥാർത്ഥ ശാസ്ത്രമായ ഉപനിഷത്തിനെ വിട്ടിട്ട് നടന്നു. അപ്പൊ വഴി പഴച്ചുപോയി. സകല മതങ്ങളും സകല ആചാര്യന്മാരും ഏകദേശം പകുതി മുക്കാലും വരെ വഴി പഴച്ചുപോയി. മഹാത്മാക്കൾ യഥാർത്ഥ സത്യം കണ്ടെത്തിയവർ കാണിച്ചു തന്ന വഴിയല്ല, ഒക്കെ തോന്നിയ പോലെയാണ്. എല്ലാവരും അപരാവിദ്യക്കാണ് ഇമ്പോർട്ടൻസ്, അല്ലേ? റെക്കഗ്നീഷൻ. അവിടെ എന്താണോ ഇങ്ങനെയാണ് വെളിയിലുള്ള റിസർച്ച് നടന്നുകൊണ്ടേയിരിക്കും. മഹർഷിയോട് ഒരാൾ പറഞ്ഞു, ഭഗവാനെ ഹരിദ്വാറിൽ അങ്ങ് ഒന്ന് വരണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹരിദ്വാർ പോയി കാണണം. ഗംഗ എങ്ങനെ ഒഴുകണോ അറിയോ, എന്തു സൗന്ദര്യം, അവിടെ ഒന്ന് പോയി കാണണം. മഹർഷി ചോദിച്ചത് എന്താ അറിയോ, എന്നാ പോയി അങ്ങ് ആറാവതൊരു ഭൂതം ഇരിക്കോ. ഈ പഞ്ചഭൂതം അല്ലാതെ ആറാമത്തെ ഒരു എലമെന്റ് അവിടെ ഉണ്ടോന്നാണ്. എല്ലായിടത്തും ഒരേ പഞ്ചഭൂതാത്മകം വിശ്വം. അവിടെ പോയാൽ എന്താ, കുറച്ചു നേരത്തേക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മളുടെ പതിവ് പോലെയുള്ള പ്രശ്നങ്ങൾ, വിശക്കും, ഊണ് കഴിക്കണം, പിന്നെ കുറെ കഴിഞ്ഞാൽ നാട്ടുകാരെയൊക്കെ വർത്തമാനം പറയും, ചർച്ച ചെയ്യും, കാമം ക്രോധം ഒക്കെ വരും. അത് ഹരിദ്വാരല്ല, എവറസ്റ്റ് പർവ്വതം കൊടുമുടിയിൽ കയറിയാലും കൈലാസത്തിൽ പോയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടിലിരുന്ന് ഈ പ്രശ്നം പരിഹരിച്ചൂടെ? അപ്പോ എല്ലാ അറിവിനും ആശ്രയമായ ആത്മാവിനെ അറിയാതെ അനാത്മവസ്തുക്കളിൽ മനസ്സിനെ വിടുന്നത്. എന്നാ അനാത്മവസ്തുക്കളൊക്കെ വേണ്ടേ? നിങ്ങളിപ്പോ ഇങ്ങനെ ആത്മാ ആത്മാന്ന് മാത്രം പറഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും വേണ്ടേ ചോദിച്ചാൽ ആര് പറഞ്ഞു വേണ്ടാന്ന്? ആത്മാവിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ എത്ര കണ്ട് വേണമോ അത്ര കണ്ട് നമ്മൾ അനാത്മവസ്തുക്കളെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. ഭംഗിയായിട്ട്. അതായത് നമുക്ക് എത്ര കണ്ട് വേണോ, ഊണ് കഴിക്കണോ ഊണ് കഴിക്കും, ഉറങ്ങണോ ഉറങ്ങും. ഇപ്പൊ എന്താണ് അറിയോ, അനാത്മവസ്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ആളുകൾക്ക് ഉണ്ണാനും ഉറങ്ങാനും പോലും സമയമില്ല. സുഖമായിട്ട് ഇരിക്കാനുള്ള വഴിയാണ് ഇപ്പൊ പറയണത്. അനാത്മവസ്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പൊ സുഖം കിട്ടിയാൽ വേണ്ടില്ല. ആളുകൾക്ക് ഉണ്ണാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല. കാലത്ത് 4 മണി മുതൽ രാത്രി 12 മണി വരെ ഓട്ടം, നെട്ടോട്ടം വട്ടോട്ടമാണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓടാ 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 ഓടാ. ബോംബെയിലൊക്കെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ജീവിതം കണ്ടത്. അല്ലെങ്കിൽ നമ്മളൊക്കെ സുഖമായിട്ട് നാട്ടിലിരിക്കുകയല്ലേ. രാവിലെ ഒരു 3 മണിയാവുമ്പോ ഇലക്ട്രിക് ട്രെയിൻ തുടങ്ങും, രാത്രി 1 മണി വരെ. അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഉള്ളിൽ ഭജന നടക്കും, പച്ചക്കറി നുറുക്കും, സന്ധ്യാവന്തനം ചെയ്യും, എല്ലാം അതിൻ്റെ ഉള്ളിൽ നടക്കും. ഇലക്ട്രിക് ട്രെയിനിന്റെ ഉള്ളില് പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഒന്നിനും സ്ഥലമില്ല അതിനകത്ത്. നിന്നു കൊടുത്ത ആളുകൾ കയറ്റി വിടുകയും ചെയ്യും, ഇറക്കി വിടുകയും ചെയ്യും. അത്ര തിരക്കുമുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ഓടുന്നു 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 ഓടുന്നു. എന്തിനാ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടണമെന്ന് നോക്കിയാൽ പ്രകൃതിയൊക്കെ നോക്കുമ്പോൾ നമ്മളെ കളിയാക്കുകയാണോ തോന്നും. കിളികളൊക്കെ സന്തോഷമായിട്ട് രാവിലെ എണീറ്റ് അനന്തമായി പാടുന്നു. എന്തോ അവർക്ക് തിന്നാനുള്ളത് അന്വേഷിച്ച് നടക്കണു, തിന്നണു. അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കണു, പറന്നു നടക്കണു. അവരെ നോക്കിയാൽ നമ്മൾ ഇത്രയൊക്കെ സയന്റിഫിക് ഡെവലപ്മെന്റിന് ശേഷം നമുക്ക് ചുറ്റും 8 കാലി വല നെയ്യുന്ന പോലെ ഒരു അവിദ്യയുടെ വല നെയ്തു കുടുങ്ങി സുഖിക്കാൻ അറിയാതെ കഷ്ടപ്പെടുകയാണ്. ദുഃഖിക്കാനല്ല പറയണത്, ഭൗതികത്തിനെ വിടാനല്ല പറയണത്. ആത്മാവിനെ അടുക്കും തോറും ഭൗതികം ജീവിതം പോലും സുഖകരമായിട്ട് തീരും. സാധാരണ ജീവിതം പോലും സുഖകരമായിട്ട് തീരും. നാച്ചുറലായിട്ടിരിക്കും. അൺനാച്ചുറലായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വേണ്ടാതെ അംബീഷനെ വളർത്തിയിട്ട് അതുകൊണ്ട് കഷ്ടപ്പെടില്ല. കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അതാണ്, അംബീഷനാണ്. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളുടെ നാളെ എന്താവും അത് അത്ര പെട്ടെന്നൊന്നും പോണില്ല. കുട്ടികളുടെ ഉള്ളിൽ കുത്തിക്കയറ്റി പാവങ്ങൾ, ചെറിയ കുട്ടികൾ മൂട്ടയും തൂക്കി സ്കൂളിൽ പോണത് മുതൽ പിന്നെ അവർക്ക് തന്നെ ആ പനിയും പിടിക്കും. കുറെ കഴിയുമ്പോൾ സമൂഹത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ ജെർമ്സൊക്കെ പിടിക്കുമല്ലോ. അതൊന്നും പുറത്ത് ചാടാൻ പറ്റില്ല. ആർക്ക് ചാടാൻ പറ്റും? എല്ലാ കുട്ടികളും ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ കുട്ടിയെ മാത്രം ഞാൻ വേറെ എങ്ങനെ വളർത്തും, അല്ലേ? ഇങ്ങനെ മൊത്തത്തിൽ
എന്താ ആചാര്യസ്വാമികൾ ഒരിടത്ത് ഭാഷ്യത്തിൽ പറഞ്ഞു, അന്ധപരമ്പരയും സംസാര സരണിഹി, കുരുടന്മാരുടെ ഘോഷയാത്ര എന്നാണ്. കുരുടന്മാരുടെ ഘോഷയാത്ര എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ കഴിയും? സമൂഹത്തിനെ ഒന്നും മാറ്റാനല്ല, സമൂഹത്തിലൊന്നും മാറ്റിമറിക്കാനല്ല. എനിക്കെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും എന്താ വഴി? അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആത്മാനമജാനതോയോ ബോധസ്സ കിം സ്യാത്. ശ്രദ്ധയെ അനാത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് തിരിക്കൂ, തന്നിലേക്ക് തിരിക്കൂ. പരമാർത്ഥബോധ, തന്നെ ശ്രദ്ധിക്കും തോറും ജ്ഞാനമുണ്ടാവും. ബോധസ്സ കിം സ്യാത് പരമാർത്ഥബോധ. ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവിനും ഒക്കെ ആശ്രയമായി അധിഷ്ഠാനമായിട്ടുള്ള സ്വം വിജാനത, തന്നെ അറിയുമ്പോ ദ്വിതയം വിനശ്യേത്, ദ്വൈതഭാവങ്ങളൊക്കെ വിട്ടുപോകും. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും ഒക്കെ പോയി കേവലമായ അറിവ്, കേവലമായ ജ്ഞപ്തി, കേവലമായ പ്രജ്ഞ, അവബോധം അവശേഷിക്കും. ആ പ്രജ്ഞ നമ്മളുടെ സ്വസ്വരൂപമാണ്. ആ പ്രജ്ഞയെ അറിയുന്നതിനെയാണ് അക്ഷരജ്ഞാനം എന്ന് പറഞ്ഞത്. നശിക്കാത്ത വസ്തുവിന്റെ ജ്ഞാനമാണ് അക്ഷരജ്ഞാനം. ഇതേപോലെ അടുത്ത ശ്ലോകത്തിലും നിദ്രയും ജാഗ്രത്തിനെയും കുറിച്ച് പറയുന്നു. നിദ്ര, പദാർത്ഥഗ്രഹണം എന്ന് രണ്ടായിട്ട് പറയുന്നു ഭഗവാൻ. അത് നമ്മള് നാളെ കാണാം. എല്ലാ അറിവിനും ആശ്രയമായിട്ടുള്ള അറിയുന്നവനെ, ദ നോവർ ഓഫ് ഓൾ നോളജ്, ആ അറിയുന്നവനെ അറിയാതെ വിഷയജ്ഞാനം അത് അറിവാകുമോ എന്നുവെച്ചാൽ അത് അറിവല്ല. യഥാർത്ഥ അറിവ് അർത്ഥം ചിത്ത് ആണ് അറിവ്. ജഡവസ്തുക്കളെ ഗ്രഹിക്കുന്നത് അറിവല്ല. ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം, അറിയുന്നതിനും അറിയപ്പെടുന്നതിനും. രമണഗീതയിലെ ഒരു മനോഹരമായ ശ്ലോകം സദ്ദർശന ഭാഷ്യത്തിൽ കപാലശാസ്ത്രി ഉദ്ധരിക്കണു. അഭിന്നോ വിഷയീയസ്യ സ്വരൂപാത് മനുജർഷഭ വ്യാപാര വിഷയോ ഭാതഃ തസ്യാഭിന്നൗ സ്വരൂപതഃ. അറിയുന്നവൻ, അതായത് സബ്ജക്റ്റ്, ദൃക്ക്, ആ ദൃക്ക് എന്താണെന്ന് വിചാരം ചെയ്ത് അത് സ്വരൂപമാണെന്ന് ആര് കണ്ടെത്തുന്നു, അയാൾക്ക് അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ആ അറിയുന്ന പ്രക്രിയ ഒക്കെ ഒന്നായിട്ട് പോകുന്നു. തന്നെ അറിയാത്തവന് എല്ലാം വേറെ വേറെ ആയിട്ട് ത്രിപുടി ഭേദം നിന്നുകൊണ്ടിരിക്കും. അപ്പോ ചുരുക്കം ഇത്രയേ ഉള്ളൂ. സ്വാത്മജ്ഞാനം മാത്രമാണ് ഇവിടെ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ബഹിർവിഷയജ്ഞാനം, ഒബ്ജക്റ്റീവ് നോളജ് അല്ല. സ്വരൂപാനുഭവം, അതായത് വിടാതെയുള്ള ഞാൻ എന്താണ് എന്നുള്ള അന്വേഷണം. നമ്മളുടെ ഈ 8-9 ദിവസത്തെ സത്സംഗത്തിന്റെയും എസൻസ്, ക്രീം, അതിന്റെ സാരം തന്നെ അതാണ്. ശ്രദ്ധയെ സ്വരൂപത്തിൽ പതിപ്പിച്ചുകൊണ്ടേയിരിക്കുക. 2 ദിവസമായിട്ട് എന്നോട് ചിലർ ചോദിക്കുന്നുണ്ട്, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? ഭഗവാന് മാത്രമല്ലേ പറ്റുള്ളൂ. ഭഗവാന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ, മഹർഷിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അദ്ദേഹം പറയുകയില്ല. അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ വഴിതെറ്റിക്കണമെന്ന് പറയേണ്ടി വരും. അങ്ങനെ വെറുതെ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം നമുക്ക് ഉപദേശിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ വഴിതെറ്റിക്കണമെന്ന് പറയേണ്ടി വരും.
മഹാപുരുഷന്മാരെ നമ്മൾ പറ്റിക്കണത് അങ്ങനെയാണ്. മഹാപുരുഷന്മാരെ വി ഡിസീവ് ഗ്രേറ്റ് ടീച്ചേഴ്സ് by simply adoring them and worshipping them as avatara purushas and telling that everything is possible only to them, not to us. That is the way you can deceive even God. മഹാത്മാക്കളെയൊക്കെ ചതിക്കാനുള്ള നമ്മളുടെ ഒരു വഴിയാണത്. എനിക്ക് ഏറ്റവും വേദന തോന്നുന്ന കാര്യം അതാണ്. ആഴമായിട്ട് നമ്മൾ വേദാന്ത വസ്തു വിഷയം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാക്ക് കേട്ടാൽ അന്ന് മുഴുവൻ വിഷമം തോന്നും. നമ്മൾ എന്തിനാ പറയണമെന്ന് തോന്നും. ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ യു ആൻഡ് മീ ദാറ്റ് ഹി ഹാസ് സ്പോക്കൺ. നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വാക്കുകളൊക്കെ പറയണത്. നമുക്കത് അനുഭവത്തിന് ഒതകാത്തതാണെങ്കിൽ അദ്ദേഹം ഒരു അക്ഷരം മിണ്ടാതെ തന്നെ ഇരുന്നുണ്ടാവും. മാത്രമല്ല എത്ര പേര് അനുഭവിച്ചിരിക്കുന്നു, എത്ര പേര് കണ്ടെത്തിയിരിക്കുന്നു, എത്ര പേർക്ക് സത്യം കിട്ടിയിരിക്കുന്നു. സത്യം കണ്ടെത്തിയവർ മുഴുവൻ ബുദ്ധനും രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസരും പോലെ ലോകത്തിൽ അറിയപ്പെടണമെന്നോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കണമെന്നോ അവരിലൂടെ അത് ഒഴുകണമെന്നില്ല. ശാന്തി പൂർണ്ണ നിറവ് കിട്ടിയവരൊക്കെ സത്യം കണ്ടെത്തിയവരാണ്. സത്യത്തിൽ നിന്ന് മാത്രമേ ഈ ശാന്തി, ആനന്ദം, തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ആ സത്യം വളരെ ലളിതമാണ്, വളരെ വളരെ ലളിതം. അല്ലെങ്കിൽ അയ്യേ അതിസുലഭം എന്നൊരു വാക്ക് മഹർഷി പറയില്ല. അയ്യോ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുമായിരുന്നു. അത് സുലഭമാണെന്ന് പറയില്ല. അപ്പോ ഇത് സുലഭമാണെന്ന് തന്നെ ധരിക്കണം. വിഷമമാണെന്ന് ധരിച്ചാൽ ഒരിക്കലും ആ ഒരു കടമ്പ് നമ്മളെ കൊണ്ട് കടക്കാനേ പറ്റില്ല. ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് ഡിഫിക്കൽട്ട്, even to change that thought, you have to take many janmas. അപ്പോ വളരെ ജാഗ്രതയായിട്ടിരിക്കണം. അങ്ങനെ ഒരു ചിത്തവൃത്തി വരാൻ പോലും സമ്മതിക്കരുത്. അത് വിഷമമാണെന്നൊരു ചിത്തവൃത്തി പോലും നമ്മളുടെ ഉള്ളിൽ വരാൻ പാടില്ല. അത് വിഷമമാണെന്നും വിചാരിക്കേണ്ട, എളുപ്പമാണെന്നും വിചാരിക്കേണ്ട, അനുസരിച്ചാൽ മതി. എന്താണ് യഥാർത്ഥ ഗുരുഭക്തിയുടെ ലക്ഷണം? എന്താ? True devotion to Master is to obey him without any questioning or judging oneself. To judge myself as a powerless creature is not humility but ego. നമ്മൾ വിചാരിക്കുന്നത്, we think that it is humility to degrade ourselves. To say that it is not possible for me, it is only possible for Maharshi. But it is not humility, it is a kind of pride. Hidden ego. The ego is refusing to be killed by the Master. So we should never judge. Trust the word of Master and abide. അങ്ങനെയാണെങ്കിൽ മലയാളം ശരിക്കും പരിചയമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. അദ്ദേഹം ചോദിച്ച അദ്ദേഹം ഇംഗ്ലീഷിൽ മലയാളം അദ്ദേഹത്തിന് അത്ര അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. അപ്പോ ഇത് എളുപ്പമാണെന്ന് തന്നെ ധരിക്കണം. നമുക്ക് സാധിക്കില്ല എന്ന് ധരിച്ചാൽ വഴിപഴച്ചു പോകും. നമുക്കത്ര സാധിക്കില്ല എന്നോ നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്നോ ധരിച്ചാൽ ഭഗവാന്റെ അവതാരത്തിനെ പ്രയോജനമില്ലാതാക്കുകയാണ്. മഹാത്മാക്കളുടെ അവതാരത്തിനെ പ്രയോജനമില്ലാതാക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ ഇത്രയൊക്കെ മെനക്കെട്ട് ഗീത പറഞ്ഞു, അതൊക്കെ കൃഷ്ണനെ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് പറഞ്ഞില്ല. ഞങ്ങളെന്ത് ചെയ്യും? കൃഷ്ണനെ വെച്ച് പായസം വെച്ച് പറ്റിച്ചു കളയും. കൃഷ്ണന് പാൽപായസം വെച്ച് കൃഷ്ണനെ പറ്റിച്ചു കളയും ഞങ്ങള്. അതാണ് നമ്മൾ ചെയ്യണത്. ശങ്കരാചാര്യർ ശങ്കര ജയന്തി ദിവസം ഞങ്ങൾ ആചാര്യസ്വാമിക്ക് പൂമാല കൊണ്ട് അലങ്കാരം ചെയ്ത് പായസമൊക്കെ വെച്ച് പൂജിക്കും. ആചാര്യസ്വാമിയെ പറ്റിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇത്രയൊക്കെ മെനക്കെട്ട് ഉപദേശിച്ചത് മുഴുവൻ ഒരു ആരാധനയോടുകൂടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ എല്ലാം അസ്തമിച്ചു പോകും. അതുകൊണ്ട് മഹാത്മാക്കൾ അവരെ പൂജിക്കാൻ വേണ്ടിയല്ല വരണത്. അതുകൊണ്ട് മഹർഷിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വളരെ ജാഗ്രതയായിരുന്നു അദ്ദേഹം. ആദ്യ അവസാനം നമുക്കറിയാവോ,
ഒരുപക്ഷെ അധ്യാത്മമണ്ഡലം മുഴുവൻ അന്വേഷിച്ചാൽ ഈ ഒരു കാര്യത്തിൽ വേറെ ഒരു ഉദാഹരണം കാണില്ല. ഒരിക്കലും അദ്ദേഹത്തിനെ ഒന്ന് പൂജിക്കാനോ അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു പൂമാല, അപ്പൊ ഞങ്ങളെപ്പോലുള്ളവർക്ക് പോലും മാലയിടാതെ ഇരിക്കാൻ പറ്റണില്ല അല്ലേ? പ്രഭാഷണത്തിരുന്ന് കഴിഞ്ഞാൽ കഴുത്തിലൊരു മാലയിടും. അദ്ദേഹത്തിന് ഈ ഉയർന്ന സ്ഥാനത്തിരുന്ന് ജീവിതം മുഴുവൻ ഒരു പൂമാല കഴുത്തിലിടാൻ സമ്മതിച്ചിട്ടില്ല. ഒന്ന് പൂജിക്കാൻ, പാദപൂജ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചാൽ വളരെ ദേഷ്യപ്പെടും ഭഗവാൻ. ഇതൊക്കെയാണോ നിങ്ങൾ പൂജ എന്ന് വിചാരിക്കണത്? യഥാർത്ഥ പൂജ ഗുരുവിനെ അനുസരിക്കലാണ്. ആ പറയണത് അനുഭവത്തിൽ കൊണ്ടുവരലാണ്. അല്ലാതെ ഈ പറ്റിക്കണ ഏർപ്പാടൊന്നും വേണ്ട. നമ്മൾ അവതാര പുരുഷന്മാരെ മുഴുവൻ പറ്റിച്ചത് അങ്ങനെയാണ്. ആരോ പറഞ്ഞു യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്നു. യേശുക്രിസ്തു ഇന്ത്യയിലായിരുന്നെങ്കിൽ, അവരുദ്ദേശിച്ചത് ഇവിടെ ഒന്നും ക്രൂശിക്കില്ല എന്നാണ്. യേശുക്രിസ്തുവിനെ ഭാരതത്തിലല്ലാത്തതുകൊണ്ട് ക്രൂശിച്ചു കൊന്നു. ഇന്ത്യയിലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോ ഒരാള് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്തു, ആരാധിച്ചു കൊല്ലും. എന്നുവെച്ചാൽ ആരാധിക്കുന്നത് തെറ്റെന്നല്ല അർത്ഥം. ആരാധിക്കുന്നത് അത് ഹൃദയത്തിന്റെ, ഇപ്പൊ നമ്മൾ മഹാത്മാക്കൾക്ക് ആരാധന കൊടുക്കുന്നത് തെറ്റെന്നല്ല അർത്ഥം. ഇപ്പൊ നമ്മൾ മഹർഷിയോട് വെക്കുന്നു, ആരാധിക്കുന്നു, അത് തെറ്റല്ല. പക്ഷേ ആരാധന ആ ഉപദേശത്തിനെ മേലെ പോയി നിൽക്കരുത്. എന്നാ തെറ്റിപ്പോയി. എപ്പോഴുമേ ആരാധന, ഗുരുവിനുള്ള ഭക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഗുരു എന്ന് പറയുന്ന ആ രൂപത്തിലൂടെ, ആ രൂപം അമ്പലം പോലെയാണ്. അമ്പലത്തിനെയല്ല നമ്മൾ പൂജിക്കുന്നത്, അമ്പലത്തിലുള്ള മൂർത്തിയാണ്. അപ്പൊ ഗുരു എന്നുള്ള രൂപത്തിലൂടെ നമുക്ക് ബ്രഹ്മവിദ്യ കിട്ടിയതുകൊണ്ട് ആ രൂപത്തിന് ഒരു ആരാധന, അത്രയേ ഉള്ളൂ. ആ ആരാധന എപ്പോഴും ഇറ്റ് ഈസ് സെക്കൻഡറി ടു ദ ടീച്ചിങ്. ദ ടീച്ചിങ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടന്റ് ദാൻ ദ ടീച്ചർ. ബിക്കോസ് ദ ടീച്ചിങ് ഈസ് ദ ടീച്ചർ. The teacher is not separate from the teaching. The form of teacher is not the teacher. The teaching is the teacher. To pay irreverence or to avoid the teaching, to neglect the teaching and to take the teacher and say that I am a devotee of that teacher is to humiliate him. അത് മഹർഷിയെ പോലെയോ ആദിശങ്കരനെ പോലെയോ ഉള്ളവർക്ക് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദേ വർ ഓൺലി ടീച്ചേഴ്സ്, ഗ്രേറ്റസ്റ്റ് മാസ്റ്റേഴ്സ്. അവര് വേറെ ഒന്നും ചെയ്തില്ല. അവർക്ക് ജീവിതത്തിൽ വേറെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. കൃഷ്ണനാണെങ്കിൽ നമുക്ക് കുറച്ച് ലീലയൊക്കെയെങ്കിലും ആസ്വദിക്കാം. ഇവിടെ അതൊന്നും പറയാൻ പാടില്ല. അവർക്ക് അതൊന്നും ഉദ്ദേശമല്ല. അവരുടെ ഉദ്ദേശം അവരെന്തു പറയാൻ വന്നിരിക്കണോ അതാണ്. അവരെന്ത് നമുക്ക് വഴി കാണിച്ചു തരാൻ വന്നിരിക്കണോ അതാണ് അവരുടെ ജീവിതം. അല്ലാതെ ബാക്കിയൊന്നും അവർക്ക് പ്രധാനമല്ല. അതിനെ തള്ളിക്കളഞ്ഞിട്ട് അവരെ എടുക്കാൻ നമുക്ക് പറ്റില്ല. മഹർഷിയുടെ പല പാർഷദന്മാരും മഹർഷിയെ കണ്ടിട്ട് പോയി അമേരിക്കയിലുമൊക്കെ ആ സത്യത്തിൽ ജീവിച്ച് അതിനെ അവരുടെ അനുഭൂതിയിലൂടെ പ്രചരിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. അധികം ആരും അറിയപ്പെടാത്ത ആളുകൾ. അതിൽ ചിലർക്കൊക്കെ സൂക്ഷ്മമായി മഹർഷിയുടെ ആന്തരിക സന്ദേശം ഉണ്ടായിരുന്നു. റോബർട്ട് ആഡംസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ലാസ്റ്റ് ഡേയ്സിൽ ഈ വാസ് നോൺ ആസ് സേജ് ഓഫ് സഡോണ. അമേരിക്കയിലെ സഡോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ ഋഷി എന്നാണ് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നത്. ആരും അധികമൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ആന്തരികമായ ഒരു ആജ്ഞ ഉണ്ടായത്, നീ അനുഭവിച്ച സത്യം ആളുകളോട് പറയുക, യാത്ര ചെയ്ത് പറയുക. പക്ഷെ 15 പേർക്ക് മേലെ കൂടുതൽ വന്നാൽ ആ സ്ഥലത്ത് നിൽക്കരുത് എന്നാണ്. എന്താന്ന് വെച്ചാൽ ഡൈല്യൂട്ടായി പോകും. 15 പേർക്ക് മേലെ വന്നാൽ അവിടെ നിന്ന് പറയരുത് എന്നാണ്, അവിടെ നിന്ന് പോവുക. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം മഹർഷിയുടെ ഒരു ഫോട്ടോ വയ്ക്കും, പറയും. പക്ഷെ മഹർഷി എന്നൊന്നും പറയുകയില്ല. മഹർഷിയുടെ സന്ദേശം, മഹർഷിന്റെ ഗുരുവാണ്, അദ്ദേഹം ദൈവമാണ്, അദ്ദേഹത്തിന് എന്താന്ന് വെച്ചാൽ പിന്നെ അതിലൊക്കെ പോയി പിടിച്ചു പോകും ആളുകൾ.
ഈ ഉപദേശത്തിനെ പിടിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉടനെ ആ വ്യക്തിയെ പിടിച്ചു കളയും. വ്യക്തിയെ പിടിച്ച് ഉപദേശത്തിനെ തള്ളി മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ക്രൂശിച്ചു കഴിഞ്ഞു നമ്മള്. പിന്നെ ആ വ്യക്തിയെ ക്രൂശിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ഇറ്റ് ഈസ് ക്രൂസിഫിക്ഷൻ. ഉപദേശത്തിനെ മാറ്റിയിട്ട് ടു അവോയ്ഡ് ദ ടീച്ചിങ് ആൻഡ് ടു ടേക്ക് ദ ടീച്ചർ ഈസ് ക്രൂസിഫിക്ഷൻ. അത് ആരുടെയാണെങ്കിലും അതെ. നാരായണ ഗുരുസ്വാമിയെ കുറിച്ച് എങ്ങനെ പറയും? അദ്ദേഹം ഒരു വീട്ടില് ആഗമാൻ സ്വാമിയാണ് പറയാ, ഉമ്മറത്ത് വിശന്നിരിക്കാത്ര ഒറിജിനൽ സ്വാമി. അപ്പൊ ഇവര് സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ട് നിവേദ്യം വെച്ച് നേദിക്കുകയാണ്, ഉള്ളില് പൂജിക്കുകയാണത്രേ. അപ്പൊ ഗുരുസ്വാമി പറഞ്ഞു, ഇതാണ് ലോകത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു അത്ര. ഇവരൊന്നും പറഞ്ഞ് ശരിയാക്കിപ്പിക്കാൻ പറ്റില്ല. ശരിയായ സ്വാമി ഉമ്മറത്ത് വിശന്നിരിക്കുമ്പോ ഉള്ളിൽ ഫോട്ടോ വെച്ചിട്ട് നേദിക്കുകയായിരുന്നു അത്രേ. ഇതിന് തുല്യമാണ്. യഥാർത്ഥ ഉപദേശത്തിനെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ഉപദേഷ്ടാവിനെ എടുക്കാൻ പറ്റില്ല. ഉപദേഷ്ടാവിനെ തള്ളിക്കളഞ്ഞിട്ട് ഉപദേശം എടുത്താൽ അദ്ദേഹം സന്തോഷിക്കും. അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. അവർക്ക് അവരുടെ വ്യക്തിത്വം അവര് എങ്ങനെ കാണുന്നു അതുപോലെ മറ്റുള്ളവരും കാണുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഈ ശരീരം ഞാനല്ല, ഇതെന്റെ സ്വരൂപമല്ല, ഞാൻ സ്വരൂപം ആത്മവസ്തുവാണെന്ന് അവർ കാണുന്ന പോലെ തന്നെ അവരെ കാണാൻ കഴിയുമെങ്കിൽ അവർ വളരെ സന്തോഷിക്കും. ആത്മാവാണ് അവര്, അല്ലാതെ ആ രൂപം മാത്രമല്ല എന്ന് ഗണിക്കുകയാണെങ്കിൽ അവർ സന്തോഷിക്കും. വളരെ വയസ്സായ ഒരു ജഡ്ജ്, ചീഫ് ജസ്റ്റിസ് ഒരാള് മഹർഷിയെ കുറെ നേരം നോക്കിയിരുന്നു. മഹർഷിയെക്കാളും വയസ്സിന് മൂത്ത ആള്. അപ്പോ രണ്ടുപേര് കാലിൽ എണ്ണയിട്ട് മഹർഷിക്ക് ഒഴിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം കുറെ നേരം നോക്കിയിട്ട് പറഞ്ഞു, സ്വാമി എനിക്കും അവസരം തരണം. എന്താന്ന് വെച്ചാൽ കാലിൽ കുറച്ച് വാദത്തിന്റെ ഉള്ളത് ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ അറ്റൻഡന്റ്, അവിടെ ജോലി ചെയ്യുന്ന ആള് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. എനിക്കും. അപ്പൊ ആദ്യം പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ പിന്നെയും വന്നിട്ട് പറഞ്ഞു, സ്വാമി ഞാനും കൂടെ ഒന്ന് ആ കാല് ഒഴിയാനുള്ള ഒരു അവസരം തരണം. ഉടനെ ഈ കാല് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അറ്റൻഡന്റ് എടുത്ത് മാറ്, സ്വാമിയുടെ കാല് ഒഴിയണത് പുണ്യമാണെന്നാണ് അദ്ദേഹം പറയണത്, ഞാനും കുറച്ച് ആ പുണ്യം സമ്പാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വയം ആ പണിക്കാരെ മാറ്റിയിട്ട് താൻ തന്നെ ചെയ്തുകൊണ്ട് ആ ജഡ്ജിനോട് പറഞ്ഞു, സേവ പണ്ണണമോ, ആത്മസേവ പണ്ണണോ, പോയി ആത്മസേവ പണ്ണണം, എന്നവിടെ വയസ്സാച്ച് എനിക്ക് സേവ പണ്ണണോ, ആത്മസേവ പണ്ണണം, തന്നെ താൻ ഉള്ളില് കണ്ടെത്തി നിൽക്കണം എന്നാണ്. അതാണ് സേവ, അല്ലാതെ ഈ ശരീരത്തിന് ചെയ്യുന്ന സേവയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പറഞ്ഞു, ഗുരുസേവ എന്ന് വെച്ചാൽ ഈ ഗുരുവിന് കാല് പിടിച്ചു കൊടുക്കലോ കൈ പിടിച്ചു കൊടുക്കലോ ആണെന്ന് ആളുകൾ വിചാരിച്ചിരിക്കണോ. യഥാർത്ഥ സേവ ഗുരു ചൊൽപ്പടി നടക്ക വേണ്ടും. ഉപദേശത്തിനനുസരിച്ച് ജീവിക്കാം. അപ്പൊ എന്താ ഉപദേശം ഇവിടെ? ബോദ്ധാരം ആത്മാനമജാനതോയോ ബോധസ്യ കിം സ്യാത് പരമാർത്ഥബോധ ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതഃ തദ് ദ്വിതയം വിനശ്യേത്. എല്ലാ അറിവിനും ആശ്രയമായിട്ടുള്ള അറിയുന്നവൻ, അറിയുന്നവൻ ആര്? ഞാൻ. ആ ഞാനിനെ, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപത്തിനെ അറിയാതെ മനസ്സുകൊണ്ട് അറിയുന്നതൊക്കെ മനോമയമായ അറിവാണ്. അതൊന്നും പ്രയോജനപ്പെടില്ല. മനസ്സിന്റെ മൂലം, മനസ്സ് എവിടെ നിന്ന് പൊന്തുന്നുവോ ആ സോഴ്സ്, ആ മൂലത്തിൽ ചെന്നെത്തി ശുദ്ധ ബോധസ്വരൂപമായ തന്റെ സത്യസ്ഥിതി അറിയാതെ പുറം വിഷയങ്ങളെ അറിയുന്നത് അറിവാകുമോ? ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതഃ. എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ള തന്നെ, സ്വം എന്ന് വെച്ചാൽ തന്നെ അറിയുമ്പോ ദ്വൈതബുദ്ധി
ഗളിച്ചിടും. ദ്വൈതബുദ്ധി അവിടുന്ന് അകന്നുപോകും. പ്രപഞ്ചബോധം വിട്ടകലും. അറിഞ്ഞിടുന്ന തന്നെത്താൻ അറിയാതെ അന്യവസ്തുവെ അറിഞ്ഞിടുന്നത് അജ്ഞാനം, ജ്ഞാനമാകുന്നതെങ്ങനെ? ജ്ഞാനജ്ഞേയങ്ങൾ രണ്ടിനും ആശ്രയസ്ഥാനമായിടും. തന്നെത്താൻ അറിയുന്നാകിൽ നശിക്കും ദ്വന്ദ്വബോധവും. എല്ലാ അറിവിനും ആശ്രയമായ തന്നെ അറിയുമ്പോ ഈ ഡ്യുവാലിറ്റി, സൈക്കോളജിക്കൽ പ്ലെയിനിലുള്ള ഡ്യുവലിസ്റ്റിക് പ്രോസസ്, സുഖം ദുഃഖം, നല്ലത് ചീത്ത, ധർമ്മം അധർമ്മം, മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും സദാ. ശരി തെറ്റ്, ഇത് മുഴുവൻ ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ചു നിൽക്കണം, ഞാൻ എന്നുള്ളതിനെ ആശ്രയിച്ചു നിൽക്കണം. അപ്പൊ ഞാൻ എന്നുള്ളതിന്റെ മൂലം അന്വേഷിച്ച് കണ്ടെത്തിയാൽ ഈ ദ്വന്ദ്വബോധം അകലും എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ശ്ലോകം, നിദ്രാ ന വിദ്യാ ഗ്രഹണം ന വിദ്യാ ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥബോധേ നിദ്രാ പദാർത്ഥഗ്രഹണേതരാ സ്യാത് ശിദേവ വിദ്യാ വിലസന്ത്യശൂന്യാം. നിദ്ര ന വിദ്യ ഗ്രഹണം ന വിദ്യ ഗൃഹാതി കിഞ്ചിത് ന യഥാർത്ഥ ബോധേ നിദ്ര പദാർത്ഥഗ്രഹണേതരാ സ്യാത് ചിദേവ വിദ്യ വിലസന്തി അശൂന്യ. നിദ്ര എന്ന് വെച്ചാൽ എന്താ? ഉറക്കം എന്ന് വെച്ചാൽ എന്താ? ഒരു പദാർത്ഥത്തിനെയും ഗ്രഹിക്കാതിരിക്കുന്നത് ഉറക്കം. തന്നെയോ തന്നിൽ നിന്ന് അന്യമായ വിഷയങ്ങളെയോ ഗ്രഹിക്കാതിരിക്കുന്നു ഉറക്കത്തില്. അതേപോലെ തന്നെയാണ് പല വിധത്തിലുള്ള യോഗസമാധി ദശകളും. ഇവിടെ നിദ്ര എന്നുള്ളത് കൊണ്ട് ഉറക്കത്തിനെ മാത്രമല്ല ഉദ്ദേശിച്ചത്, ചില ട്രാൻസ് ജഡസമാധി ദശകളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും അറിയാതെ അങ്ങോട്ട് പോകും, ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് പോലെ. മനസ്സ് ലയിച്ചു കിടക്കും, ലയത്തിൽ ഇരിക്കും. ആ ലയം വിദ്യയല്ല. എന്തുകൊണ്ട് വിദ്യയല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ, അതുകൊണ്ട് യഥാർത്ഥ പ്രജ്ഞ ഉദിക്കുന്നില്ല, തന്നെ താൻ അറിയുന്നില്ല, തന്റെ സ്വരൂപം പ്രകാശിക്കണില്ല. അതുകൊണ്ട് നിദ്ര വിദ്യയല്ല. നിദ്ര ന വിദ്യ ഗ്രഹണം ന വിദ്യ. ഗ്രഹണം എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളെ ഗ്രഹിക്കൽ, ജാഗ്രത് അല്ലെ? ജാഗ്രത അവസ്ഥ എന്താ? താനല്ലാത്ത വസ്തുക്കളെയൊക്കെ ഗ്രഹിക്കുന്നു, അറിയുന്നു, പദാർത്ഥങ്ങളെയൊക്കെ അറിയുന്നു. ഒബ്ജക്റ്റീവ് നോളേജ് ജാഗ്രത്തില്. നിദ്രയിലോ ഒബ്ജക്റ്റും സബ്ജക്റ്റും ലയിച്ചു പോകുന്നു. ഒരു മറ ഉണ്ട്, ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നു. അപ്പൊ നിദ്ര, ആ നിദ്രയും യഥാർത്ഥ വിദ്യയല്ല. ഉണർന്നിരിക്കുന്ന സ്ഥിതിയിൽ പലതും അറിയുന്നുണ്ടല്ലോ, അതും യഥാർത്ഥ വിദ്യയല്ല. പിന്നെന്താ യഥാർത്ഥ ബോധം? എന്താണ്? ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധേ. യഥാർത്ഥ ബോധത്തില് ഉണർന്ന പ്രജ്ഞാസ്ഥിതിയിൽ യാതൊന്നും പുറം വിഷയം ഗ്രഹിക്കുന്നില്ല. അതെന്താണത് വാസ്തവത്തില്? നിദ്ര പദാർത്ഥഗ്രഹണേതര. അതേമേ പറഞ്ഞു. അത് ഉണർന്നിരിക്കുന്നു, ഒന്നും അറിയുന്നില്ല. ഉണർന്നിരിക്കുന്നു, ഉണർവോടെ ഇരിക്കുന്നു, യു ആർ ടോട്ടലി വിജിലന്റ്. പക്ഷേ യാതൊരു വസ്തുക്കളെയും ഗ്രഹിക്കുന്നില്ല, പദാർത്ഥജ്ഞാനമില്ല, പൂർണ്ണ പ്രജ്ഞ മാത്രമായിട്ടുള്ള സ്ഥിതി. ചിദേവ വിദ്യ വിലസന്തി അശൂന്യ. അതിനെയാണ് ചിത് എന്ന് പറഞ്ഞത്. ചിത് എന്ന് വെച്ചാൽ അവയർനെസ്, കോൺഷ്യസ്നെസ്.
ചിദേവ വിദ്യ. ആ ചിത്ത് മാത്രമാണ് യഥാർത്ഥ വിദ്യ. ചിത്തില് ജഡത്തിന്റെ സമ്പർക്കമേ ഇല്ല. ഇപ്പൊ ജഡവും ചൈതന്യവും കൂടെ കൂടിക്കുഴഞ്ഞു കിടക്കുന്നു ലോകത്തില്. ചിത്ത് തെളിഞ്ഞു വരുമ്പോ, ചിത്ത് എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളത് ഇപ്പൊ ഞാൻ, ശരീരം, മനസ്സ്, ബുദ്ധി ഒക്കെ കൂടെ കൂടിക്കുഴഞ്ഞു കിടക്കുന്നു. അതിൽ നിന്ന് ശരീരം ഞാനല്ല, ഈ മനസ്സ് ഞാനല്ല, ഈ ഞാനല്ലാന്ന് തള്ളിമാറ്റുന്ന വിവേകമുണ്ടല്ലോ, അതും അസ്തമിക്കുന്നു. ശുദ്ധമായ അഹംബോധം, അഹം സ്ഫൂർത്തി, ഞാൻ എന്നുള്ള സ്ഫൂർത്തി, ആ സ്ഫൂർത്തി തെളിഞ്ഞു പ്രകാശിക്കുന്നു. അതിനെ ചിത്ത് എന്ന് പറയുന്നു. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എല്ലാവർക്കും അറിയാം, ഉണ്മ, എക്സിസ്റ്റൻസ്. അത് ഒരു കലയാണ്, ആത്മാവിന്റെ ഒരു കല. ഇപ്പൊ നമ്മള് മുറി മുഴുവൻ ഇരുട്ടാക്കിയാൽ നമുക്ക് ഒന്നും അറിയാൻ വയ്യ, അടുത്തുള്ളവരുണ്ടോ ഇല്ലയോ എന്നറിയാൻ വയ്യ, യാതൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിയിലും നല്ല ഉറപ്പുണ്ട് ഞാൻ ഉണ്ട് എന്നുള്ളത്. അത് ചിന്തിച്ചറിഞ്ഞതല്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടറിഞ്ഞതല്ല, തൊട്ടുനോക്കിയതല്ല, മനസ്സിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ യാതൊരു സഹായവും കൂടാതെ സ്വതസിദ്ധമായിട്ടുള്ള സ്വയം പ്രകാശമാണത്. അത് എക്സിസ്റ്റൻസ് ആണ്, അത് സന്നിധി ആണ്. അത് ഞാനുണ്ട് എന്ന് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരും പറയണ്ട നീ ഉണ്ട് കേട്ടോ ഒന്ന് പറയണ്ട, ഞാനുണ്ടെന്ന് അറിയാം. അത് ആത്മാവിന്റെ ഒരു കലയാണ്, അത് സത്താണ്, ഉണ്ട്, ഉണ്മ. രണ്ടാമത്തെ കല അല്പം ഒന്ന് ശ്രദ്ധിച്ചാ പ്രകാശിക്കും. അതാണ് ചിത്ത് എന്ന് പറഞ്ഞത്. ചിത്ത് എന്നുള്ള കല അല്പം ഒന്ന് ശ്രദ്ധിച്ചാ പ്രകാശിക്കും. ആ ചിത്ത് എന്നുള്ള കല ആണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ അറിയിക്കുന്നത്. അറിവാണ് അതിന്റെ സ്വരൂപം. അവയർനെസ്, അവബോധം. അതാണ് കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. എല്ലാത്തിനും കണ്ണ്, അവബോധം, സാക്ഷി. അതിനാണ് ഇവിടെ ഭഗവാൻ ചിത്ത് എന്ന് പറഞ്ഞത്. ചിത്തില് മനസ്സ് ചെന്ന് നിൽക്കുമ്പോ, അതായത് നമ്മൾ ദിവസം പറയുന്നുണ്ടല്ലോ ഞാൻ ഉണ്ട് എന്നറിയുന്നു. അപ്പോ ഏകാന്ത സ്ഥാനത്ത് ഇരുന്ന് ദിവസം നമ്മൾ കുറച്ച് പരിശീലിക്കുന്നു. ഞാൻ എന്താണ്, ഈ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? ആദ്യം കുറെ നേരത്തേക്ക് ഒരു ജഡമായ പ്രക്രിയ ആയിട്ടൊന്ന് തോന്നിയാൽ പോലും കിണഞ്ഞു പരിശ്രമിച്ചാൽ ഈ അഹങ്കാരത്തിന്റെ ചിരട്ട ഒന്ന് പൊട്ടും. ഈ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്? ഞാൻ 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 എന്ന് സ്ഫുരിക്കുന്നുണ്ടല്ലോ. ഈ സാധനയ്ക്ക് മുഖ്യമായി സ്ഫുരണ വേണം, എന്നാലേ പറ്റുള്ളൂ. സ്ഫുരണ എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം വരുമ്പോ, അസൂയ വരുമ്പോ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുക്കുമ്പോക്കോ ഉള്ളില് ഒരു തുള്ളലുണ്ടല്ലോ, അത് അഹംവൃത്തിയാണ്. ആ അഹംവൃത്തിയെ ഗ്രഹിച്ച് ആഴ്ന്നു മുങ്ങണം. സദ്ദർശനത്തില് നടുവിലുള്ള പ്രധാന ശ്ലോകമാണ്, കിണറ്റില് നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ തെരഞ്ഞെടുക്കാൻ മൂക്കടക്കി പിടിച്ച് ശ്വാസം പിടിച്ച് ഉള്ളിൽ മുങ്ങുന്ന പോലെ ശ്വാസമടക്കി പിടിച്ച് ഉള്ളിൽ ഈ അഹങ്കാരത്തിന്റെ മൂലം അന്വേഷിച്ചു നോക്കുക. അന്വേഷിക്കണമെങ്കിൽ എന്ത് വേണം? ഈ അഹംവൃത്തിയെ പിടിക്കണം. ഭഗവാന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഉദാഹരണം, യജമാനനെ അന്വേഷിക്കുന്ന നായ മണം പിടിച്ചുകൊണ്ടുപോയി യജമാനനെ കണ്ടെത്തുന്ന പോലെ ഉള്ളിലുള്ള ആത്മാവിന്റെ മണമാണ് ഈ അഹംവൃത്തി. ഞാൻ 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 എന്ന് ഇങ്ങനെ സ്ഫുരിക്കുമ്പോ ആരാഞ്ഞു നോക്കുക എന്നാണ്. അഹമഹമെന്ന് ആരായുകിൽ അകമേ പലതല്ലതേകമാകും. ആ അഹന്തയെ തന്നെ ഗ്രഹിച്ചോളാം. അഹംവൃത്തിയെ ഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്താണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ചകഞ്ഞുകൊണ്ടേയിരുന്നാൽ ആ അഹങ്കാരം എവിടെ ഉദിക്കുന്നുവോ അവിടെ ഒടുങ്ങും. ഉദിക്കുന്ന സ്ഥാനത്തിൽ ലയിക്കും. അവിടെ മറ്റൊന്ന് പ്രകൃഷ്ടമായിട്ട് പ്രകാശിക്കും. സ്ഫൂർത്തി, വൃത്തി ലയിക്കുന്ന സ്ഥാനത്ത് സ്ഫൂർത്തി ഉണ്ടാവും.
ഇപ്പൊ വൃത്തിയുണ്ട്, വൃത്തിയുടെ ഓപ്പറേഷനാണ് ഇത് മുഴുവൻ. നമുക്കുള്ളിൽ നോക്കിയാൽ കാണാം എല്ലാം എന്റെ പ്രശ്നങ്ങള്, എനിക്ക് വരുന്ന ദുഃഖങ്ങള്, എന്നെ ബാധിക്കുന്ന വിഷമം, എന്നെ ശ്രദ്ധിച്ചില്ല, എന്നെ ബഹുമാനിച്ചില്ല, എന്നെ അവഗണിച്ചു, ഒക്കെ ഈ ഞാനിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന കുറേ വികാരങ്ങളാണ്. ഇത് അഹംവൃത്തി. ഈ എന്നെ ഞാൻ എന്നുള്ളതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമോ, ഈ അഹങ്കാരം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും, അതിൻ്റെ അടുത്ത് ശണ്ട കൂടും, എന്നിട്ട് വിനയം പരിശീലിക്കും. ആ വിനയം തന്നെ ഒരു അഹങ്കാരമായിട്ട് മാറും. എങ്ങനെ വിനയം പരിശീലിക്കാൻ പറ്റും? വിനയം പരിശീലിച്ചിട്ടുണ്ടാവേണ്ടതല്ല. അപ്പോ ഇത് ഇങ്ങനെ തോന്നണുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയരുത്, അതിനെ അന്വേഷിക്കാതെ അതിന്റെ സ്വരൂപം എന്താ, ആ ചലനം എന്താ, ആ മൂവ്മെന്റ് ഉള്ളിലിങ്ങനെ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ എനിക്ക് വേണം, എനിക്ക് കിട്ടിയില്ല, ഈ ചലനത്തിനെ പിടിച്ചാൽ നിശ്ചലമായ നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. ഇന്നലെ പറഞ്ഞില്ലേ, നിത്യവും സർവഗതവും സ്ഥാണുവും അചലവും സനാതനവുമായ അഹംബോധം, അഹങ്കാരം പോയി അഹം പൊരുളും തുടർന്നിടുന്നു. അഹം പൊരുൾ അവിടെ പ്രകാശിക്കും. അപ്പോ ചിത്ത് അതാണ്. ചിത്ത് എന്ന് വെച്ചാൽ ഈ അഹം സ്ഫൂർത്തിയാണ് ചിത്ത്. ഞാൻ ഉണ്ട് എന്നുള്ളതിൽ നിൽക്കുമ്പോ ഏർപ്പെടുന്ന പ്രജ്ഞ, ജ്ഞപ്തി, സാക്ഷി, സുഷുപ്തിയിൽ പോലും അത് നഷ്ടപ്പെടില്ല. അത് ചിത്ത്. ആ ചിത്തിൽ വീണ്ടും 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 നിൽക്കുമ്പോ ഏർപ്പെടുന്ന അനിർവചനീയമായ ശാന്തി. ആ ശാന്തി സുഖവുമല്ല, അത് ദുഃഖവുമല്ല. ആ ശാന്തിയാണ് ആനന്ദം. മൂന്നാമത്തെ കല. ആദ്യത്തെ കലയായ സത്ത് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കലയായ ചിത്ത് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രകാശിക്കും. മൂന്നാമത്തെ കലയായ ആനന്ദം വാസന ക്ഷയിക്കും തോറും തെളിഞ്ഞു വരും. അല്ലാതെ വലിയ വാസനാക്ഷയം ഏർപ്പെടുന്നതിന് ആനുപാതികമായിട്ടത് തെളിഞ്ഞു വരും. എത്ര കണ്ട് വാസനാക്ഷയം ഏർപ്പെടുന്നുവോ അത്ര കണ്ട് ഇത് തെളിഞ്ഞു 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 വരും. വാസനകൾ എങ്ങനെ ക്ഷയിക്കും? ഈ വീണ്ടും വീണ്ടും ഉള്ള ഈ മുങ്ങലുകൊണ്ടേ ക്ഷയിക്കുള്ളൂ. സ്വസ്മിന്നേവ സദാസ്ഥിത്വ മനോനശ്യതി യോഗിനഃ. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നതാണ്. ഈ സ്വസ്മിന്നേവ സദാസ്ഥിത്വ, വീണ്ടും വീണ്ടും ഈ സ്വരൂപസ്ഥിതിയിൽ നിൽക്കാൻ പരിശ്രമിക്കുമ്പോ മനസ്സ് കുറച്ചു കുറച്ചായി ചെത്തി ചെത്തി പോകുന്നു. മനോനശ്യതി യോഗിനഃ. അപ്പോ ഈ വീണ്ടും വീണ്ടും ഉള്ള പ്രത്യക്ഷസ്ഥിതി പരിശീലനമാണ് വിദ്യ. ഉള്ളിലൊരു ശൂന്യത തോന്നണമെന്ന് പറയും. ശൂന്യത വാസനയുടെ ഒരു മറഞ്ഞ പടലമാണ്. നമ്മളുടെ സുഷുപ്തി പോലെ ഒരവസ്ഥ. ശൂന്യത പൂർണ്ണതയാണത്, ശൂന്യതയല്ല. ശൂന്യമാണെങ്കിൽ അത് എന്താവണമെന്ന് വെച്ചാൽ മനസ്സ് ലയിക്കണു എന്നർത്ഥം. ശൂന്യത തോന്നണമെങ്കിൽ ഉള്ളിൽ ആനന്ദമോ ശാന്തിയോ ഇല്ലാത്തൊരു അനുഭവമാണ് ഏർപ്പെടുന്നതെങ്കിൽ അത് വാസനയുടെ ഒരു മറയാണ്, ഒരു സ്ക്രീൻ, ഒരു തിരശ്ശീല. ചിലരങ്ങനെയൊക്കെ ഇരിക്കും. മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി, അനേക വർഷം ആ അമ്മ മഹർഷിക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട്. എച്ചമ്മാളിന് ആരോ മന്ത്രോപദേശമൊക്കെ ചെയ്തു. മന്ത്രമൊക്കെ ജപിച്ച് പ്രാണായാമത്തിന്റെ ചില സാധനങ്ങളുമൊക്കെ അമ്മയ്ക്കറിയാം. ചെയ്തിട്ട് 8 മണിക്കൂർ നേരമൊക്കെ മൂക്കിന്റെ അറ്റത്തൊക്കെ നോക്കിയിട്ട് ഒരു തരം ട്രാൻസ്, ഒരു യോഗസ്ഥിതിയിൽ 8 മണിക്കൂർ നേരം അനങ്ങാതിരിക്കും. ഇത് മഹർഷിയോട് വന്ന് പറഞ്ഞപ്പോ വളരെ ദേഷ്യപ്പെട്ടു മഹർഷി. നാളെ മുതൽ ആ സാധനം ഉപേക്ഷിക്കണം, മൂക്കിനെ നോക്കിയാൽ മൂക്കായി പോകും എന്ന് ആചാര്യസ്വാമികൾ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. നാസാഗ്ര അവലോകനീ എന്നാണ്. ആത്മാവിനെയാണ് നോക്കേണ്ടത്, മൂക്കിനെയല്ല. ആ ദൃഷ്ടി ഉള്ളിലാവുമ്പോ നാസാഗ്രത്തിൽ എന്ന പോലെ എന്നേ അർത്ഥമുള്ളൂ യോഗത്തിലുള്ള ആ വാക്കിനൊക്കെ. അല്ലാതെ മൂക്കിൽ നോക്കുകയല്ല. മൂക്കിൽ നോക്കിയാൽ മൂക്ക് സാക്ഷാത്കാരം ഉണ്ടാവും എന്നല്ലാതെ ആത്മാ പ്രകാശിക്കില്ല. അപ്പോ ആ എച്ചമ്മാളിനെ കുറെ ചീത്ത പറഞ്ഞു. ഇനി ആ സാധനം വിട്ടിട്ട് കുറച്ചു ദിവസം ധ്യാനിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ മനസ്സ് വെറുതെ ലയിച്ചു കിടക്കുകയാണേ. അതൊരു പ്രത്യേക ഒരു പ്ലഷർ ഉള്ളില്.
അതിൽ കുടുങ്ങിയിട്ട് വാസനകളൊന്നും ക്ഷയിക്കുമില്ല. ഈ സർപ്പത്തിന് മകുടി വായിക്കുന്ന പോലെയാണ്. അതിങ്ങനെ പാടുമ്പോ ഇങ്ങനെ ആടും. ചിലരൊക്കെ ഈ ഭജന വരുമ്പോ ഒരു ലഹരിയാണത്, ഈ പ്രാണന്റെ ചലനമാണ്. ആളുകൾ മൂർച്ഛിച്ച് വീഴും, കിടന്നു തുള്ളും. അതുകൊണ്ട് പക്ഷെ ഈ രാഗം ദ്വേഷം ഒന്നും പോവില്ല. വാസനകളൊക്കെ അതേപോലെ ഉണ്ടാവും. അംബീഷൻ, ഡിസയർ, ഇതൊക്കെ. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത നോക്കുക. എന്താ ഗീതയുടെ പെർഫെക്ഷൻ എന്ന് വെച്ചാൽ, സമാധിയോ ട്രാൻസ് അവസ്ഥകളെ കുറിച്ച്, ഈ യോഗാവസ്ഥകളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ മൂർച്ഛിച്ചു വീഴുന്ന അവസ്ഥകളെ കുറിച്ചോ ഒന്നും മിണ്ടിയില്ല ഭഗവാൻ. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഗൂഢമായിട്ട് അനുഭവിക്കുന്നവർക്ക് ചിലർക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ആളുകൾ ഇതൊക്കെയാണെന്ന് വിചാരിച്ച് അവർക്കതൊക്കെ ഉണ്ടാവണ പോലെ തോന്നും, ഭാവന ചെയ്യും, ഒക്കെ ചെയ്തു കളയും. അതുകൊണ്ട് ഭഗവാൻ എന്തു പറഞ്ഞു? യഥാർത്ഥ അധ്യാത്മ അനുഭൂതിയുടെ ലക്ഷണം എന്താന്ന് വെച്ചാൽ രാഗം, ദ്വേഷം, കർത്തൃത്വം, ഭോക്തൃത്വം ഇതൊക്കെ പോകുന്നു. ഉള്ളില് ശാന്തി നിറഞ്ഞു തുളുമ്പുന്നു. ഒരു സമാധിയും വേണ്ട. സമാധി നമ്മളുടെ സ്വരൂപമാണേ. ഒരു സമാധിയും ഇവിടെ ആവശ്യമില്ല. സമാധി നമ്മളുടെ സ്വരൂപമാണ്. സമാധി എന്ന് പറഞ്ഞാൽ ആത്മാ എന്നാണ് അർത്ഥം. തൽക്കാലത്തേക്ക് നമ്മൾ മനസ്സിന്റെ മണ്ഡലത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആത്മാ പ്രകാശിക്കുമ്പോ പ്രത്യേകിച്ചൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണ പോലെയൊക്കെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ മനസ്സ് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ല, അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ സ്വരൂപമാണ്. ഒരു എക്സൈറ്റ്മെന്റ് ആവശ്യമില്ല. അതിൽ എക്സൈറ്റ്മെന്റ് ഒക്കെ ആരംഭത്തിൽ പുതിയതായിട്ട് ഉണ്ടാവുമ്പോൾ തോന്നുകയാണ്. അപ്പോ നമ്മളുടെ സ്വരൂപസ്ഥിതിയാണ്, നിസർഗമായ സ്ഥിതിയാണ്. അത് നിദ്ര പോലെയുള്ള ഒരു അവസ്ഥയുമല്ല, എന്നാൽ ജാഗ്രത പോലെയുള്ള അവസ്ഥയുമല്ല. ചിദേവ വിദ്യ, ശുദ്ധമായ പ്രജ്ഞ, അശൂന്യ, അത് ശൂന്യസ്ഥിതിയുമല്ല, ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് അല്ല. ബ്ലാങ്ക് സ്റ്റേറ്റിൽ വീണു പോകരുത് എന്നാണ്. അശൂന്യ, ശൂന്യസ്ഥിതിയിൽ വീണു പോകരുത്. ചിദേവ വിദ്യ വിലസന്തി അശൂന്യ, ഉണർവോടുകൂടിയുള്ള സ്ഥിതിയാണ്. അത് തന്നെയാണ് സമാധി. വാസിഷ്ഠത്തിൽ ഇതിനെ പ്രത്യേകിച്ച് പറയുന്നു. തത്വാത്മബോധ ഏവൈഹ സർവ ആശാതൃണ പാവക പ്രോക്ത സമാധി ശബ്ദേന നതു തൂഷ്ണീമവസ്ഥിതി. വസിഷ്ഠൻ പറഞ്ഞു രാമനോട്, താൻ ആരെന്ന് അറിഞ്ഞ് താൻ കർത്താവോ ഭോക്താവോ അല്ല, ശുദ്ധമായ ബോധസ്വരൂപമായ വസ്തുവാണെന്ന് ഉണർവുകൊണ്ട് നല്ലവണ്ണം തെളിഞ്ഞിട്ട് അദ്ദേഹം ലോകത്തിൽ വ്യവഹരിക്കുമ്പോ ഈ ജാഗ്രത നഷ്ടപ്പെട്ടു പോവാതെ ഉള്ളിൽ എന്തൊക്കെ വാസനകൾ പൊന്തി വരുന്നുവോ ആ വാസനകളൊക്കെ അപ്പപ്പോ ഈ ചിത്സ്വരൂപമായ അഗ്നിയിൽ ഭസ്മമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഉണർന്ന ഒരു സ്ഥിതിയാണ് സമാധി. അല്ലാതെ ജഡം പോലെയുള്ള ഒരു അവസ്ഥയല്ല, ജഡം പോലെയുള്ള ഒരു സ്ഥിതിയല്ല, ജഡാവസ്ഥയല്ല. അത് തൂഷ്ണീമവസ്ഥിതി. അപ്പോ ആ അലേർട്ട്നെസ്, ജാഗ്രത, അത് വിട്ടുകളയേരുത്. ചിദേവ വിദ്യ, ആ ചിത്താണ് വിദ്യ. അത് അശൂന്യമായ സ്ഥിതി, ശൂന്യസ്ഥിതിയല്ല, അശൂന്യമായ സ്ഥിതി. മഹർഷിയുടെ ജീവചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം. പലപ്പോഴും ബാഹ്യവ്യവഹാരം ഒക്കെ ശൂന്യമായിട്ട് ശരീരത്തിന് പാതാളലിംഗ ഗുഹയിൽ കൊണ്ടുവച്ചു. തിരുവണ്ണാമലയിൽ പാതാളലിംഗത്തിൽ ചെന്നിരുന്നു. അരുണാചലേശ്വര ക്ഷേത്രത്തിൽ പാതാളലിംഗത്തിൽ ചെന്നിരുന്നു. എത്ര ദിവസമായി എന്നറിയില്ല. അനേക ദിവസങ്ങൾ ആ പാതാളലിംഗം ഗുഹയുടെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടോ അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അപ്പൊ ആർക്കും തിരുവണ്ണാമലയിലുള്ളവർക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന സിദ്ധനാണ് ശേഷാദ്രി സ്വാമികൾ. ശേഷാദ്രി സ്വാമികൾ ഒരു ദിവസം ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് വെങ്കടാചല മുതലിയാർ എന്ന് പറയുന്ന ഒരാൾ കണ്ടു. ആ മുതലിയാരോട് പറഞ്ഞു, അങ്ങ് ഗുഹയ്ക്കുള്ള ഒരു സ്വാമി ഇരിക്ക്, പോയി പാര് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ശേഷാദ്രി സ്വാമി ഈ വെങ്കടാചല മുതലിയാർ ഗുഹയിൽ പോയി നോക്കുമ്പോ ഇവിടെയൊക്കെ വ്രണമായിട്ട് ഈ ചാഴിയും എലിയും തേളും പാമ്പും സകല പ്രാണികളും അതിനകത്തുണ്ട്. ഒക്കെ കടിച്ച് ഈ ഇടുപ്പിന് ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ പഴുത്ത് വ്രണമായി കിടക്കുക. എന്നിട്ടും ഒരു വിധത്തിലും ആസ് ഇഫ് ഹി ഈസ് നോട്ട് കോൺഷ്യസ്, നിശ്ചലമായിട്ട് ഇരിക്കുക. അവരൊക്കെ കൂടെ അങ്ങനെ പൊക്കി പുറത്തു കൊണ്ടുവന്ന് വെച്ചു ഗുഹയുടെ ഉള്ളെന്ന്. അതിനുശേഷം അവര് വളരെ കാലം ശുശ്രൂഷിച്ച് ഈ വലത് കാൽ മഹർഷിക്ക് അതുകൊണ്ട് ജീവിതം മുഴുവൻ സ്വാധീനമില്ല. വടി വളരെ ചെറുപ്പത്തിൽ തന്നെ വടി പിടിച്ചു തുടങ്ങി.
വലതുകാൽ ആ പാതാളലിംഗത്തിലിരിക്കുന്ന ആ ദശയില് കടിച്ച് പോയതാണ്. അന്നു മുതൽ തന്നെ സ്വാധീനമില്ല ഈ വലതുകാലിന്. പിന്നെ വളരെ കാലം അങ്ങനെ തന്നെയുള്ള സ്ഥിതിയായിരുന്നു. ശരീരത്തിന് ശേഷിയില്ലാതെ എങ്ങനെ ഇരുന്നു പോകും. പക്ഷേ പിന്നീട് മഹർഷി പറയുന്നുണ്ട് ഈ അവസ്ഥയെക്കുറിച്ച്. എല്ലാവരും പറഞ്ഞു ഞാൻ സമാധിയിലാണെന്ന് പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് മൗനവ്രതമാണെന്ന് പറഞ്ഞു, ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ട് പഷ്ണിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഒന്നും ചെയ്തിട്ടില്ല. സമാധിയാണെന്ന് എല്ലാവരും പറയുന്ന അവസ്ഥയിലും ഐ വാസ് ഫുള്ളി വിജിലന്റ്. അതൊരു ജഡമായൊരു സ്ഥിതിയല്ല. എല്ലാവരും അതിനെ സമാധി എന്ന് പറഞ്ഞ സ്ഥിതിയിലും ഞാൻ പൂർണ്ണ ഉണർവോടുകൂടെ തന്നെ ഇരുന്നു. ചിലപ്പോഴൊക്കെ ചോദിക്കും, സ്വാമി അന്നൊക്കെ അങ്ങ് ഇങ്ങനെ ബാഹ്യപ്രജ്ഞയില്ലാതെ ഇരുന്നുവല്ലോ. അവസാന അവസ്ഥയിൽ ആശ്രമത്തിൽ കാണുമ്പോ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഇഡ്ഡലി കഴിക്കണ സമയത്ത് വരും, എല്ലാവരുടെ കൂടെയും ഇരിക്കും. എന്നിട്ട് ഒരേ ഒരു ഇഡ്ഡലി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. ആഹാരം കഴിക്കാനും എല്ലാവരുടെ കൂടെയും നടുവിൽ വന്നിരിക്കും. എല്ലാവർക്കും വിളമ്പണതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് താനും കഴിക്കും. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ. ഒന്നും വേറെ ഒന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഇല്ലായിരുന്നു പുറമേക്ക്. അപ്പൊ ചോദിച്ചു ആരോ, അന്ന് ഇങ്ങനെ കണ്ണുടച്ചിരിക്കും, ചിലപ്പോ വായിലിട്ട ആഹാരം വായി തന്നെ കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു മലയിൽ അരുണാചലേശ്വര ക്ഷേത്രത്തിലുള്ളപ്പോ. വായിൽ ചിലപ്പോ പഴവും പാലും കൂടി ഇട്ട് കൊടുത്താൽ അടുത്ത ദിവസം ചിലപ്പോ ആ പഴം വായിൽ ഇവിടെ എവിടെയും കിടക്കും. അത്രേ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന്. അപ്പോ ആ അവസ്ഥയും പിന്നീട് ആശ്രമത്തിലുള്ള അവസ്ഥയും ചോദിച്ചപ്പോ മഹർഷി തന്നെ പറഞ്ഞു ഒരു വ്യത്യാസവുമില്ല എന്നാണ്. അന്ന് കണ്ണടച്ചിരുന്നു, ഇന്ന് കണ്ണു തുറന്നിരിക്കണു, അത്രേ ഉള്ളൂ. അന്ന് എന്തുണ്ടോ അത് ഇന്നും ഉണ്ട്, ഇന്ന് എന്തുണ്ടോ അത് അന്നും ഉണ്ട്. അപ്പൊ ശരീരത്തിലും മനസ്സിലും ഒക്കെ എന്തൊക്കെയോ നടക്കണു. അതൊന്നും അവർ കോൺഷ്യസേ അല്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ സ്വരൂപത്തിലാണ്. സ്വരൂപത്തിൽ ശ്രദ്ധ പതിച്ച് സ്വരൂപനിഷ്ഠനായിട്ടിരിക്കുന്ന ജീവൻ മുക്തന് ആ ഉണർന്ന സ്ഥിതി അത് തന്നെയാണ് വിദ്യ, ബ്രഹ്മവിദ്യ. ചിദേവ വിദ്യ വിലസന്തി അശൂന്യ. അത് ശൂന്യമായ സ്ഥിതിയല്ല, അത് പൂർണ്ണമായ സ്ഥിതിയാണ്, പൂർണ്ണതയാണ്. നമ്മളുടെ സ്വരൂപത്തിൽ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ നോക്കൂ. പൂർണ്ണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇമാജിൻ ചെയ്യണ്ട, ഭാവന ചെയ്യണ്ട. ഞാൻ ഉണ്ട് എന്ന ഉണർവിൽ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ ഉണ്ടെന്നുള്ള ഉണർവിൽ നിന്ന് ഒന്നും എടുത്തു മാറ്റാനും പറ്റില്ല. ഇപ്പൊ അന്ന് തന്നെ പറഞ്ഞു, കൈ ആംപ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ കൈയില്ലാത്ത ആൾക്ക് ഞാൻ എന്നുള്ളത് അല്പം കുറഞ്ഞതായിട്ട് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? കൈ പോയാലും ശരി, കാല് പോയാലും ശരി, എന്തു പോയാലും ഞാൻ എന്നുള്ള അനുഭവം പൂർണ്ണമാണ്. ശരീരത്തിലെ അംഗങ്ങളെ എടുത്തതുകൊണ്ട് ആ പൂർണ്ണാനുഭവത്തിന് ഒരു കോട്ടവും തട്ടണില്ല. അതിലിനി ഒന്നും ചേർക്കാനും പറ്റില്ല. അതിൽ ഒരു എക്സ്പീരിയൻസും ഒന്നിനെയും അവിടെ കൊണ്ട് ഒട്ടിച്ചു ചേർക്കാൻ പറ്റില്ല. അത് സ്വയം പൂർണ്ണമാണ്. അത് അശൂന്യം ശൂന്യമല്ല, അത് പൂർണ്ണ വസ്തുവാണ്. അതിൽ ശ്രദ്ധ പതിക്കുമ്പോ അതുണ്ട്. അത് ഉണ്ടായിട്ട് അനുഭവപ്പെടാതിരിക്കാൻ കാരണം കഴുത്തിലുള്ള മാല പോലെയാണെന്നാണ്. നഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാലയുടെ ഗൗരവം ഇല്ല. അപ്പോ മാല തിരിച്ചു കിട്ടിയപ്പോ എന്തായി? വളരെ സന്തോഷമായി. നഷ്ടപ്പെട്ടത് കിട്ടിയ പോലെ ഉള്ള സന്തോഷം. വാസ്തവത്തിൽ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, കഴുത്തിൽ തന്നെ കിടക്കുകയായിരുന്നു. അന്വേഷിച്ച് അവസാനം ആരോ ദാ ഇവിടെ കിടക്കണമെന്ന് കാണിച്ചു കൊടുത്തപ്പോ കിട്ടിയ പോലെ ഉള്ള സന്തോഷം. പുതിയതായിട്ടൊന്നും കിട്ടാനുള്ളതോ കിട്ടിയതോ അല്ല, നമ്മളുടെ സ്വരൂപം സിദ്ധിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് എന്നെ തിരിച്ചു കിട്ടി. നിജലാഭതുഷ്ട. ഭാഗവതത്തിൽ ശുകബ്രഹ്മ മഹർഷിയെ കുറിച്ച് പറയണത് എന്താ? നിജലാഭം കൊണ്ട് സന്തുഷ്ടൻ. തന്നെ കിട്ടിയതുകൊണ്ടുള്ള സന്തോഷം എന്നാണ്. വേറെ എന്തെങ്കിലും കിട്ടിയതല്ല, തന്നെ താൻ തിരിച്ചു കിട്ടി. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. രാമതീർത്ഥസ്വാമികൾ ഒരു കഥ പറയും. ഒരാൾ ഒരു അമ്പലത്തിൽ മധുരപലഹാരം കൊടുത്തു അത്ര എല്ലാവർക്കും. അപ്പൊ സന്തോഷം വല്ലതും ഉണ്ടെങ്കിലല്ലേ മധുരപലഹാരം കൊടുക്കുക. അപ്പൊ അയാളോട് ചോദിച്ചു, എന്തിനാപ്പോ ഈ സ്വീറ്റ് കൊടുക്കണതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനൊരു പുതിയ കാറ് വാങ്ങി. അതിനാണോ? അതല്ല, ആ കാറ് ഇന്നലെ വെച്ച് നഷ്ടപ്പെട്ടു പോയി, ആരോ കട്ടോണ്ടുപോയി. ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ സ്വീറ്റ് കൊടുക്കണത്. ഇപ്പൊ ഇവര് ചോദിച്ചു, തനിക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ് നഷ്ടപ്പെട്ടാൽ സന്തോഷമാണോ? പിന്നല്ലാതെ
കാറ് മാത്രമല്ലേ പോയുള്ളൂ, കാറിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും നഷ്ടമാവുമായിരുന്നല്ലോ എന്ന് പറഞ്ഞത്രേ. അപ്പോ നമ്മൾ ചിരിക്കണു. രാമതീർത്ഥ സ്വാമികൾ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ചിരിക്കണു ഇത് പറയുമ്പോ. നമുക്ക് കാറുണ്ട്, ആള് നഷ്ടമായിരിക്കണമെന്നാണ്. കാർ അതേപോലെ ഉണ്ട്, ഉള്ളിലുള്ള ആളാണ് നഷ്ടമായിരിക്കുന്നത്. കാറ് നഷ്ടമായാലെങ്കിലും പോട്ടെ, കാറുണ്ട്, ആള് നഷ്ടമായിരിക്കണം. ആളെ തിരിച്ചു കിട്ടണം, നഷ്ടമായ ആളെ തിരിച്ചു കിട്ടണം. നിജലാഭതുഷ്ട, ഉള്ളിലുള്ള ആളെ തിരിച്ചു കിട്ടിയാൽ ഏർപ്പെടുന്ന തുഷ്ടി, സന്തോഷം, തൃപ്തി ഉണ്ടല്ലോ, അത് പരിപൂർണമാണ്, അത് നിറഞ്ഞതാണ്, അത് ശൂന്യമല്ല, അത് പൂർണ്ണമാണ്. ഉള്ളും പുറവും നിറഞ്ഞിരിക്കുന്ന പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് വിലസന്തി അശൂന്യ എന്ന് ഭഗവാൻ പറഞ്ഞത്. അശൂന്യമാണത്, ശൂന്യമല്ല. അശൂന്യമായ ആ സ്ഥിതി, അത് ഒരു ജഡമായിട്ടുള്ള സ്ഥിതിയല്ല, വികാരത്തിന്റെ മണ്ഡലവുമല്ല, സത്യത്തിന്റെ മണ്ഡലമാണ്. മോസ്റ്റ് നാച്ചുറൽ സ്റ്റേറ്റ്. അതിപ്പോഴേ ഉണ്ട്, എപ്പോഴും ഉണ്ട്. വിവേകാനന്ദ സ്വാമികൾ ഡെട്രോയിറ്റിലോ മറ്റോ ഉള്ള അദ്ദേഹത്തിന്റെ ആ പ്രസംഗ സീരീസ്, അതിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബ്രഹ്മമാണ്, നിങ്ങൾ വെറുതെ ജീവനെ പോലെ നാടകം നടത്താണ്, എഴുന്നേക്കൂ, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപികളാണ്. പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക്, ആ അനുഭൂതി ഉള്ള ആളുകൾ പറയുമ്പോൾ ആ അനുഭവത്തിന്റെ രസം അപ്പൊ തോന്നും. ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും എന്തോ സംഭവിക്കണ പോലെ ഒരു ഇരുപ്പ്. അത് കഴിഞ്ഞിട്ട് കുറെ ചെറുപ്പക്കാര് ആ പ്രസംഗം കഴിഞ്ഞ് പുറത്തു വന്നാൽ പറയും, അദ്ദേഹം പറയുമ്പോ എന്തോ സംഭവിക്കണം, അത് കഴിഞ്ഞാൽ ഒക്കെ പോയ പോലെ, അദ്ദേഹം നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാണോ തോന്നുന്നു, അപ്പൊ ഇതിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പൊ അതില് അടുത്ത ദിവസത്തെ ആ പ്രസംഗത്തില് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സർ യു ആർ ഹിപ്നോട്ടൈസിങ് അസ്. ഇതേപോലെ സ്ഥിതി, എല്ലാം ബ്രഹ്മമാണ്, ജഗത്ത് മുഴുവൻ പരമാത്മസ്വരൂപമാണെന്ന് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്നു അവസ്ഥ. അപ്പൊ ആ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സർ യു ആർ ഹിപ്നോട്ടൈസിങ് അസ്, ഞങ്ങളെ എന്താ പറയാ, മെസ്മരിസം ചെയ്യാണ്, മാസ്മരികമായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോവാണ് അങ്ങ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രേ, നോ മൈ ഡിയർ ചൈൽഡ്, യു ആർ ഓൾറെഡി ഹിപ്നോട്ടൈസ്ഡ്, ഐ എം ഓൺലി ഡീഹിപ്നോട്ടൈസിങ് യു. മായ നല്ലവണ്ണം മയക്കി വെച്ചിരിക്കുകയാണ്. സ്ത്രീയാണെന്നും പുരുഷനാണെന്നും വെള്ളക്കാരനാണെന്നും ഇന്ത്യക്കാരനാണെന്നും ഭർത്താവാണെന്നും ഭാര്യയാണെന്നും അച്ഛനാണെന്നും അമ്മയാണെന്നും എന്തൊക്കെയോ വേഷങ്ങൾ ആരോപിച്ച് നല്ലവണ്ണം മയക്കി വെച്ചിരിക്കുക. ആ മയക്കത്തൊന്നും ഞാൻ ഉണർത്തുന്നു അത്രേ ഉള്ളൂ, അല്ലാതെ മയക്കല്ല. പക്ഷെ ആ ഉണർന്നത് പോലും മഹാത്മാക്കൾ, ഭഗവാൻ പോലും അർജുനനോട് തന്നെ ഞാൻ ഉണർത്തുന്നു, തലയിൽ കൈവച്ചൊന്നും ഉണർത്തിയില്ല. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയത്. അവരാരും ഒരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ മെത്തേഡ്സും പ്രയോഗിക്കില്ല. ദേ വിൽ കമ്പൽ യു ടു ഫൈൻഡ് ഔട്ട്. അത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും നിങ്ങളായിട്ട് കണ്ടെത്തണം. ഒരു വഴിക്കും അവര് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. അതൊന്നും സാധ്യമല്ല, ചെയ്യില്ല. ചെയ്യുവാണെങ്കിൽ കൃഷ്ണൻ തന്നെ ചെയ്യണമായിരുന്നു അർജുനന്. ഞാനിതാ തലയിൽ കൈവയ്ക്കണു, തനിക്ക് വേണ്ടതൊക്കെ ഇതാ തരണു. അങ്ങനെ ഒരു വഴിയേ ഇല്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓരോരുത്തരും ഉള്ളില് സർവേശ്വരൻ ഉണ്ട്, അവിടെ നിന്ന് ബോധിപ്പിക്കും. പുറത്തു നിന്നുള്ള ഗുരു സൂചന മാത്രമേ തരുള്ളൂ, ഇൻഡിക്കേഷൻ മാത്രമേ തരുള്ളൂ. അകത്തുള്ള ഗുരു വേണം നമ്മളെ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. ഹൃദയത്തിലുള്ള ഗുരു ഉള്ളിന്ന് ആകർഷിച്ച് ഹൃദയത്തിൽ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. വിവേകാനന്ദ സ്വാമികളുടെ ആ പ്രസംഗ സീരീസിൽ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു ദിവസം ഈ പ്രഭാഷണം വളരെ ഇന്റൻസാണ്. അദ്ദേഹത്തിന് രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം 3 സീരീസ് ഉണ്ട്. ജ്ഞാനയോഗ പ്രസംഗ പരമ്പര ആരംഭിക്കുമ്പോൾ ഭക്തിയോഗത്തിൽ അദ്ദേഹം ഭക്തനാണ്, രാജയോഗം പറയുമ്പോൾ അദ്ദേഹം രാജയോഗിയാണ്. ജ്ഞാനയോഗം പറയുന്ന സമയത്ത് ആദ്യം ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്. ആ പ്രസംഗം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവാണ്. എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ സംസാരിക്കും. ഒരുപക്ഷെ ഇത് കേട്ടിട്ട് ആരുടെയെങ്കിലും ഹൃദയം പൊട്ടിപ്പോവുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. സത്യം വല്ലവന്റെയും ഹൃദയത്തിനേക്കാളും പ്രധാനമാണ്. ഞാൻ പറയണത് കേട്ടിട്ട് ഒരുപക്ഷെ നിങ്ങൾ പള്ളിയിലേക്ക് പോണതൊക്കെ നിർത്തിയാൽ എനിക്ക് കുഴപ്പമില്ല.
അത് അങ്ങനെ വല്ലതുമൊക്കെ സംഭവിച്ചാൽ അതിന് ഞാൻ കാരണക്കാരനല്ല. ഈ പറയാൻ പോണ സത്യം അല്പം പോലും മറച്ചു പിടിക്കാതെ ഞാൻ പറയാൻ പോണം. ഇങ്ങനെയാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അതിലൊരു ദിവസം വളരെ ഉയർന്ന, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സെഷൻ, അറ്റ്മോസ്ഫിയർ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ അദ്ദേഹം പെട്ടെന്ന് നിർത്തിയിട്ട് വേഗം പ്രസംഗമേടയിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്റെ മുറിയിൽ പോയി വാതിലടച്ചു. ആളുകൾക്കൊക്കെ മലയുടെ മേലൊന്ന് ചുവട്ടിലിട്ട പോലെയായി. അടുത്ത ദിവസം സ്വാമികളോട് ചോദിച്ചു, എന്താ ഇങ്ങനെ നിർത്തിയതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സൊക്കെ എന്റെ കയ്യിൽ പൾപ്പ് പോലെയായി. ഞാൻ എന്തെങ്കിലും ഓർഡർ കൊടുത്താൽ അവരപ്പ അനുസരിക്കും. അതുമാതിരിയുള്ള സ്ഥിതിയിലായി. അങ്ങനെ ആളുകളെ ഒരു അടിമത്തനത്തിൽ നിർത്താൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥാനത്ത് നിർത്തിയിട്ട് പോയത്. അല്ലെങ്കിൽ പക്വമാകാതെ ചിലപ്പോ പലരും സന്യസിച്ചു പോകും, വിട്ടുപോയി കളയും. അപ്പൊ ആ പക്വത അവർക്ക് അവരായിട്ട് കൊണ്ടുവരണം. വേറെ ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് ഒന്ന് സൂചിപ്പിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ല. മഹാത്മാക്കൾ ഒരിക്കലും ഒരു ലിമിറ്റിന് മേലെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ബുദ്ധിയിൽ നമ്മളുടെ ഉള്ളിൽ അറിവിനെ കടത്തി നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നമ്മളായിട്ട് കണ്ടെത്തണം. അല്ലാതെ ഞങ്ങളുടെ പുറകെ നടക്കൂ. ഭഗവാൻ തന്നെ ഗീത മുഴുവൻ പറഞ്ഞിട്ട് അതാണല്ലോ, വിമർശേതത് അശേഷേണ യഥേച്ഛസി തഥാകുരു. ഞാൻ പറയണത് മുഴുവൻ ചിന്തിച്ചു നോക്കി വിശകലനം ചെയ്തിട്ട് തനിക്ക് എന്താ തോന്നണതെന്ന് വെച്ചാൽ ചെയ്തോളൂ. പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടു തന്നിരിക്കുക. അതേപോലെ ഇവിടെ മഹർഷിയും ആ ഉപദേശത്തില് ഒരിടത്തും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഒന്നുമില്ല. നീ കണ്ടെത്താം, ഹൃദയത്തിൽ കണ്ടെത്തുക, തന്നെ കണ്ടെത്തുക. തന്നെ കണ്ടെത്തിയാൽ നിജലാഭതുഷ്ടി ഉണ്ടാവും. തന്നെ താൻ കണ്ടാൽ പരിപൂർണ തൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. അതാണ് അശൂന്യാസ്ഥിതി, ശൂന്യമല്ലാത്ത സ്ഥിതി എന്ന് പറഞ്ഞത്. ആ നിജലാഭം, തന്നെ കണ്ടെത്താനുള്ള മാർഗം ആദ്യം മുതൽ നമ്മൾ വീണ്ടും 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 ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, ഓരോ പാട്ടിന്റെ ലാസ്റ്റ് ലൈനും വരുന്ന പോലെ ഓരോ ശ്ലോകത്തിന്റെ അർത്ഥം പറയുമ്പോഴും അവസാനം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്നുള്ള വിചാരം. അതിങ്ങനെ വെച്ച് ചകഞ്ഞുകൊണ്ടിരിക്കുക. പിടികിട്ടുന്നവരെ ഉള്ളില് യു ഹാവ് ടു സ്ട്രഗിൾ. ഉള്ളിലങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കണം. അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ എന്നുള്ള സ്ഫൂർത്തിയെ പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഭഗവാൻ പറയണു, മനസ്സിന്റെ സ്വരൂപത്തിനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ സ്വരൂപം വിചാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നാമം ജപിക്കണുണ്ടോ, ജപത്തിനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കാം. ആ ജപം തന്നെ ക്രമേണ സ്ഫൂർത്തിയായിട്ട് പരിണമിക്കും. കാവ്യകണ്ഠ ഗണപതി മുനിക്ക് ആദ്യം ഉപദേശിക്കുമ്പോൾ ഈ രണ്ടു ഉപദേശവും കൊടുത്തു. ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കണു എന്ന് നിർബന്ധപൂർവം അന്വേഷിച്ചാൽ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ എന്നുള്ളത് പൊന്തണത് എന്ന് മനസ്സിലാവും. മനസ്സ് അവിടെ ലയിക്കും. അതാണ് തപസ്. അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം ജപിക്കുമ്പോ ആ ജപിക്കുന്ന മന്ത്രധ്വനി, മന്ത്രം എവിടെ നിന്ന് ഉദിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ അതും ഹൃദയത്തിൽ നിന്നാണെന്ന് മനസ്സിലാവും. മനസ്സവിടെ ലയിക്കും. അതാണ് തപസ്. അപ്പോ മന്ത്രജപം, ജപയജ്ഞത്തിലും ഈ ജപം ശബ്ദം അവസാനം സ്ഫൂർത്തിയായിട്ട് പരിണമിക്കും. നമ്മൾ എന്ത് ജപം ചെയ്യുന്നു ആ ജപം ബാക്കിയുള്ള ചിത്തവൃത്തികളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ആ ജപം മാത്രമായിട്ട് നിൽക്കും. ക്രമേണ ആ ജപം അജപാജപം ആയിട്ട് തീരും. അജപാജപം എന്ന് വെച്ചാൽ ജപിക്കാതെ ജപിക്കുക. അതായത് നമ്മളിപ്പോ കോൺഷ്യസ് ആയിട്ട് ജപിക്കണു. വായ കൊണ്ട് ജപിക്കുന്നതിന് വൈഖരി ജപം, പിന്നെ മാനസീ ജപം. നമ്മളുടെ ഒരു പുസ്തകം അവിടെ ഉണ്ട്, ജപയോഗ സുധാനിധി. അതിലിതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ജപത്തിന്റെ മാർഗങ്ങളൊക്കെ. മാനസീ ജപം, മാനസീ ജപം കഴിഞ്ഞാൽ ഈ മാനസീ ജപം എല്ലാം അടങ്ങിയിട്ട് ആ സ്ഥാനത്ത് ഉള്ളിലൊരു ജപം നടക്കുന്നുണ്ട്. എപ്പോഴും നമ്മളൊക്കെ ജപിക്കണവരാ, അറിയാതെ ഒരു ജപം ഉള്ളിൽ നടക്കുന്നുണ്ട്, സ്വരൂപ ജപം. അത് സ്ഫൂർത്തി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ സ്ഫൂർത്തി അത് നമ്മൾ തമിഴിൽ പറഞ്ഞാൽ ഞാൻ എന്ന് പറയും, മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ എന്ന് പറയും, സംസ്കൃതത്തിൽ അഹം, ഇംഗ്ലീഷിലായി, എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ.
ആ സ്ഫൂർത്തിക്ക് ഭാഷയിൽ അർത്ഥമൊന്നുമില്ല, അതിന് ഭാഷയൊന്നുമില്ല. അത് സദാ നടക്കുന്ന ഒരു അന്തശ്ചലനമാണ്, പ്രഥമ ചലനം. ആ പ്രഥമ ചലനം തന്നെയാണ് അജപാജപം. അതിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജപമൊക്കെ നിന്നുപോയാൽ പോലും ജപം നടന്നുകൊണ്ടേയിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ഇരുന്ന് ജപിക്കണം എന്നൊന്നുമില്ല. എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിൽ അനുസ്യൂതം ജപം നടന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ ശ്രദ്ധ, ഇതിന് നമ്മള് നിരന്തര സാധന, സന്തതം ചലിപ്പര സന്തോഷമാകവേ, സദാ ചലിച്ചു പോവാതെ സന്തോഷമായിട്ടുള്ള നൈരന്തര്യ പ്രവാഹം, നെയ്യ് ഒഴിക്കണ പോലെ എന്നാണ്. ആദ്യധാരയാ സ്രോതസാ സമം സരളചിന്തനം വിരളത പരം. നെയ്യ് ഒരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തേക്ക് ഒഴിക്കുമ്പോൾ എങ്ങനെ വടി പോലെ ഒഴുകുവോ അതുപോലെ ഹൃദയത്തിൽ സദാ വിച്ഛിത്തിയില്ലാത്ത ജപമോ വിചാരമോ ഭഗവത് ധ്യാനമോ തുടരുകയാണെങ്കിൽ ക്രമേണ മറ്റ് ചിത്തവൃത്തികളൊക്കെ ഒടുങ്ങിപ്പോയി ഇതുമാത്രമായിട്ട് നിൽക്കും. ഇതും ലയിക്കുന്ന സ്ഥാനത്ത് ചിദാകാശം പ്രകാശിക്കും. ഭഗവത് സ്വരൂപം, ഈശ്വര സ്വരൂപം, പരമേശ്വര സ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കും. അത് തന്നെയാണ് പൂർണ്ണസ്ഥിതി, അശൂന്യാസ്ഥിതി, വിദ്യ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത്. നമ്മളിവിടെ നിർത്തുകയാണ്. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.